ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ ദൂരത്തും ചാരത്തുമായി ഈ ഉച്ചഭാഷണയിലൂടെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഇവിടെ യഹൂദ്യ ഫസ്റ്റിലെ ആത്മീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സ്നേഹനിധികളായ സഹോദരങ്ങൾ ത്യാഗപൂർവം ക്രമീകരിച്ച ഈ യോഗത്തിൻ്റെ രണ്ടാം രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരം ജീവിതത്തിൻ്റെ ഏറെ ഭാഗ്യമായി കരുതുന്നു. ത്യാഗപൂർവം പ്രതിഫലത്തിന് ശേഷം മുഴങ്ങണം എന്ന നെഞ്ചോടടുത്ത ആത്മഭാരത്തോടെ നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ ക്രമീകരിച്ച അധ്വാനവും കഷ്ടപ്പാടും ഒരിക്കലും മിഥ്യയല്ല. കാലത്തിൻ്റെ നിമിഷവേളകളിൽ നാം ചെയ്യുന്ന സേവനങ്ങൾ നിത്യതയുടെ എത്തും പിടിയുമില്ലാത്ത യുഗായുഗങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മാത്രമാണ്. നമ്മുടെ ആയുസ് അതിവേഗം അസ്തമിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ സമയത്ത് നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ സമയത്ത് നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരിക്കുകയുമില്ല. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ സമയത്ത് 1915 ഈ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 2115 ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. അതെ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ സമയത്ത് നമ്മൾ ആരും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിലെ ഈ സമയത്ത് നമ്മൾ ആരും ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുമില്ല. വീട്ടിൽ താമസം തുടങ്ങുന്ന, വാടക വീട്ടിൽ താമസം തുടങ്ങുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ വാടക വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഒരു സമയവുമുണ്ട്. സ്തോത്രം. വാഹനത്തിൽ യാത്രയ്ക്ക് കയറുന്ന ഒരു സമയമുണ്ടെങ്കിൽ വാഹനത്തിൽ നിന്നും യാത്ര കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സമയമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ജീവൻ തുടയ്ക്കുന്ന തുടക്കം എന്ന ഒരു സമയമുണ്ടെങ്കിൽ ഈ മണ്ണ് വിട്ടുപോകുന്ന ഒരു സമയമുണ്ട്. എന്നാൽ കൃപ ലഭിച്ച ദൈവമക്കൾക്കൊരു ഉറപ്പുണ്ട്, ഈ മണ്ണിനേക്കാൾ നിത്യതയാണ് വലുത് എന്ന് ദർശനം പ്രാപിച്ച ദൈവമക്കളാണ് മരണത്തിന് മുൻപിൽ ധൈര്യത്തോടെ സ്തോത്രം ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള സുവിശേഷ യോഗം ക്രമീകരിക്കുവാൻ നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ പരിശ്രമിക്കുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ പരിമിതിയും സാഹചര്യങ്ങളുടെ പ്രതികൂലവും പ്രതീക്ഷിക്കാത്ത ചില ദുരന്ത രംഗങ്ങളും ഒക്കെ യോഗത്തിൻ്റെ സമൃദ്ധമായ മുന്നേറ്റത്തിന് തടസ്സമായി വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ ഇതിൻ്റെ സംഘാടകർ ഉയർത്താം. എന്നാൽ ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് മഹത്തായ ഉദ്ദേശമുണ്ടെന്ന് തെളിയുന്ന ഒരു നിത്യതയുടെ പ്രതിഫല വിഭജന ദിനം വരുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുയർത്തി കാണുക. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തൊരു ദൈവ പദ്ധതി ഈ പ്രോഗ്രാമിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഇന്നേക്ക് ചെല്ലുന്ന ആളുകൾക്ക് പുറകിൽ പെരുമ്പട്ടിക്കടുത്തൊരു സ്ഥലത്ത് സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു സഹോദരൻ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, അറിയില്ലല്ലോ. പാസ്റ്ററുടെ പ്രസംഗത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ചില വർഷങ്ങൾക്ക് പുറകിൽ അനുഗ്രഹീതമായ WME പ്രസ്ഥാനത്തിൻ്റെ ഒരു സുവിശേഷ യോഗം ഒരു ടാർപുളിൻ വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ നടക്കുമ്പോൾ അതിൽ ഞാൻ പ്രസംഗകരായി അവിടെ എത്തിയതാണ്. അതിന് തൊട്ടടുത്തായി ഒരു CSI സെമിത്തേരി ഉണ്ടായിരുന്നു. ആ സെമിത്തേരിയിൽ പെരുമ്പട്ടി വനത്തിൽ നിന്ന് തടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ വനപാലകർ അന്വേഷിക്കുന്നത് കൊണ്ടും പോലീസ് അന്വേഷിക്കുന്നത് കൊണ്ടും ആ സെമിത്തേരിയിൽ പണി തീർന്ന ഒരു സെല്ലിനകത്തേക്ക് സ്വയം ഇറങ്ങിയിരുന്ന് അതിന് മുകളിലേക്ക് സ്വന്തം കൈകൊണ്ട് സ്ലാബ് നിരക്കി കയറ്റിയിട്ടിട്ട് പോലീസിനെയും അധികാരികളെയും ഭയന്ന് ഈ മനുഷ്യൻ ഈ കുഴിക്കകത്തിരിക്കുകയായിരുന്നു. അന്ന് രാത്രിയിലാണ് ഈ ടാർപ്പായുടെ കീഴിൽ മുഴങ്ങിയ ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടത്.
അന്ന് രാത്രി ആ കുഴിക്കകത്ത് മുട്ടുമടക്കി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തു: ഞാൻ കുഴിയുടെ കരയ്ക്ക് കയറുകയും അധികാരികൾ എന്നെ വെറുതെ വിടുകയും ചെയ്താൽ എൻ്റെ ശിഷ്ടമുള്ള ആയുസ് യേശുവിന് വേണ്ടിയായിരിക്കും. എന്തിനേറെ കർത്താവിന് സ്തോത്രം. അധികം താമസിക്കാതെ അദ്ദേഹം കുഴിക്ക് കരയ്ക്ക് കയറി. അദ്ദേഹം വിടുവിക്കപ്പെട്ടു. ഇന്ന് അയാൾ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലാണ്. ഞാനിന്ന് പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇതിൻ്റെ പുറകിൽ ചില ആത്മാക്കൾ വിടുവിക്കപ്പെടും. ഇവിടെ കണ്ണുകൊണ്ടത് കാണത്തില്ലെങ്കിലും നിത്യത അതിൻ്റെ തെളിവുകൾ വെളിപ്പെടുത്തും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിത്യതയിലെ പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഇവിടെയുള്ള സഹോദരങ്ങൾ ത്യാഗപൂർവം ചെയ്ത ഈ സേവനത്തിന് ജനക്കൂട്ടം കുറവായിരുന്നെങ്കിലും, പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങൾ ഉണ്ടായെങ്കിലും, ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് മഹത്തായ ഉദ്ദേശമുണ്ടെന്ന് തെളിയുന്ന ഒരു പ്രതിഫല വിഭജന ദിനം വരുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവിൻ്റെ കരവി രാത്രി ഇവിടെ ഉയരാൻ തുടങ്ങുകയാണ്. ഞാൻ ഇന്നേക്ക് ചില നാളുകൾക്ക് മുൻപ് കാനഡയിൽ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായിട്ട് എത്തിച്ചേർന്നു. എന്നെ ക്ഷണിച്ച ആളുകൾ ആരെന്നോ, എന്നെ ക്ഷണിച്ചപ്പോൾ അവരുമായിട്ടുള്ള പരിചയരംഗം എന്തെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും വേണ്ടില്ല, ഞാൻ പ്രസംഗാർത്ഥം വേദിയിലെത്തുമ്പോൾ പ്രസംഗത്തിന് തൊട്ടു മുൻപ് ഒരു സഹോദരന്, ഒരു രവീന്ദ്രൻ എന്നൊരു സഹോദരന് സാക്ഷ്യം പറയുവാൻ അവിടെ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ്: തിരുവല്ല ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു ഞാൻ ക്രൈസ്തവ വിശ്വാസത്തെ എതിർത്തയാൾ കൂടെയാണ്. ഞാൻ ഓട്ടോ ഓടിച്ച് നിരണത്തിന് പോയിട്ട് ഒരു കസ്റ്റമറിനെ ഇറക്കി വിട്ടിട്ട് തിരിച്ചു വരുന്ന വരവിൽ മൂത്രശങ്കയുണ്ടായപ്പോൾ വഴിവക്കിൽ ഓട്ടോ നിർത്തി അവിടെ നിന്നപ്പോൾ ഒരു പ്രസംഗം തൊട്ടടുത്ത വയലിൽ കേട്ടു. ആ പ്രസംഗത്തിന് ഞാൻ കാതോർത്തു. അല്പ മിനിറ്റുകൾ ആ മയിൽക്കുറ്റിയിലിരുന്ന പ്രസംഗം കേട്ടു. അന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയം ഞാൻ യേശുവിനായി ഏൽപ്പിച്ചു. ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു: കർത്താവേ, എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹം ആലോചിക്കുന്നു. എനിക്ക് യോഗ്യമായി ഒരു ക്രിസ്തീയ അനുഭവമുള്ളൊരു പെൺകുട്ടി വിവാഹത്തിന് വരികയും അവൾ യേശുവിനെ സ്നേഹിക്കുന്നവളാണെന്ന് എന്നോട് വ്യക്തിപരമായി പറയുകയും ചെയ്താൽ ഞാൻ ഇന്ന് രാത്രി എടുത്ത ഉടമ്പടിക്ക് അതൊരു അടയാളമായിരിക്കും. എന്തിനേറെ, ചൊവ്വാഴ്ച തൻ്റെ ഭവനത്തിലേക്ക് ഒരു വിവാഹാലോചന വന്നു. മാതാപിതാക്കളോടൊപ്പം ആ പെൺകുട്ടിയെ കാണുവാൻ ആ വീട്ടിലെത്തി. സ്വകാര്യ സംഭാഷണത്തിൽ ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു: ഞാൻ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയ ഒരു ദൈവപൈതലാണ്. എനിക്ക് ശിഷ്ടമൊരായുസ് ഉണ്ടെങ്കിൽ അത് യേശുവിനായിട്ട് മാത്രമായിരിക്കും. ഈ ചെറുപ്പക്കാരനും അവളോട് പറഞ്ഞു: ഞാൻ മിനിഞ്ഞാന്ന് യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ആ വഴിവക്കിൽ നിന്ന് ഏറ്റുവാങ്ങി. ഈ ഉടമ്പടി ഞാൻ യേശുവിനോട് എടുത്തിട്ടുണ്ട്. എന്തിനേറെ, ആ വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കാതെ നേഴ്സിംഗ് സെക്ഷനിൽ കാനഡയ്ക്ക് പോകുവാൻ ഒരു വിസ അറേഞ്ച്മെന്റ് ഉണ്ടായി. അവിടെ എത്തി ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ആ കണ്ടത്തിൽ പ്രസംഗിച്ച ദൈവദാസനെ ഒന്ന് വിളിച്ചു വരുത്തി യോഗം നടത്തണമെന്ന് ആഗ്രഹിച്ച് പ്രിയപ്പെട്ടവർ മുൻകൈ എടുത്ത യോഗത്തിൽ ഞാൻ ആദ്യമായി പ്രസംഗിക്കാനായിട്ട് എത്തുകയായിരുന്നു. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വന്നതിൻ്റെ സാരമെന്നറിയാമോ? നിങ്ങളിൽ ചിലരുടെ കണ്ണുകൾക്ക് ഈ യോഗത്തിൽ ജനക്കൂട്ടം കുറവാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം: നിത്യതയുടെ തീരമണയുമ്പോൾ കോടി കോടി വിശുദ്ധന്മാരുടെ നിരയിൽ ആ പ്രതിഫല വിഭജന ദിനം പേർ വിളിക്കുന്ന നേരം ആ ബെയൂല തീരത്ത് ഇമ്പങ്ങളുടെ പറുദീസയിൽ ഈ യോഗത്തിന്റെ പരിണിത ഫലം വെളിപ്പെടുന്ന ദിവസമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവിന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഈ സംഘാടകരെ, അവരുടെ ആത്മാർത്ഥതയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ത്യാഗപൂർവം ഈ യോഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഈ സഹോദരങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ വ്യർത്ഥമല്ല. ഈ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കയില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഈ പ്രവർത്തനത്തിന് അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കയില്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുക. ആ വിശുദ്ധ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. ഇതുമായി ഇന്ന് രാത്രിയിൽ യോഗത്തിന് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തിനൊന്ന് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ലോക ചരിത്രം കണ്ടിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ, തികവുറ്റ, ഇടയറ്റ ഒരു ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്.
ഈ വചനം ജീവിത പ്രമാണമാക്കി മാറ്റിയ ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും വഴിതെറ്റുകയില്ല. ഈ വചനം ജീവിത വഴികാട്ടിയായി സ്വീകരിച്ചുള്ള ദൈവപൈതലെ നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. നീ ചെല്ലേണ്ടടത്ത് ചെല്ലുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം ഈ വചനത്തിൽ നിന്റെ പാതയ്ക്ക് വെളിച്ചമായി നിരന്തരം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആകയാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശമാകട്ടെ, നമ്മുടെ അണ്ണാക്കുനെ മധുരിപ്പിക്കുന്ന തേനാകട്ടെ, ഇരുട്ടിന്റെ കോട്ടകൾക്കെതിരെ ഊടിവെട്ടുന്ന പടവാളായിരിക്കട്ടെ, അന്ധകാരത്തിന്റെ തീയമ്പുകളെ തടയുന്ന പരിചയായിരിക്കട്ടെ. ഇന്ന് രാത്രി ഇത് മുഖാന്തരം നമുക്ക് ജീവൻ പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് 2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 21 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും, യോബിന്റെ പുസ്തകം 19-ന്റെ 29-ാമത് വാക്യം, 2 വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് സഹായിക്കാം. അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ന്റെ 16 മുതൽ 21 വരെ, യോബിന്റെ പുസ്തകം 19-ന്റെ 29. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. അടുത്ത വാക്യം, ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. യോബിന്റെ പുസ്തകം 19-ന്റെ 29 കൂടെ. വാളിനെ പേടിപ്പീൻ. ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു. ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അക്കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി. ആത്മസ്നാനം പ്രാപിച്ച, ഇതിനകത്തിരിക്കുന്ന ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥന നിരതരാകുന്ന രാത്രിയാകണം. കർത്താവിന്റെ കരം ഈ രാത്രിയിലെ വ്യക്തികളെ തൊട്ടേ മതിയാകുള്ളൂ. അന്ധകാര ശക്തികൾക്ക് നേരെ ഉയരുന്ന വചനത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ഇത്രയും ദൈവജനം കൂടി വന്നിരിക്കുന്ന ഈ ഗ്രൗണ്ടിൽ ഹോരേബിൽ വെളിപ്പെട്ട തീ പോലെ കത്തി ഉയരണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാടുന്ന രാത്രിയാകട്ടെ. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അന്ധകാര ശക്തികൾ ഇരുന്ന് വാഴുന്ന എഫേസോസ് പട്ടണത്തിൽ അർത്തമീസിന്റെ ശക്തി ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം ദൈവത്തിന് സ്തോത്രം അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് തുറന്നോസിന്റെ പാഠശാലയിൽ മുഴങ്ങിയ വചനത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കണം. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയിൽ പോരാടട്ടെ. ഇത് കൈവെക്കാതെ തന്നെ ചില രോഗികളെ കർത്താവ് ഇവിടെ സൗഖ്യമാക്കും. കൈവെക്കാതെ തന്നെ കർത്താവിന്റെ ബന്ധനങ്ങളെ ഇവിടെ അഴിച്ചുമാറ്റും. ഈ വചനത്തിന്മേൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുക മാത്രമല്ല, ഈ ഉച്ചഭാഷണിയുടെ പരിധിയിൽ ദൈവപ്രവർത്തിയുടെ വ്യക്തികളുടെ മേൽ സംഭവിക്കും. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലെ ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ കനത്ത പ്രവാഹത്തിനായി ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ JC പാറേക്കടവിൽ അവരുടെ ഭൗതിക ശരീരം ശവസംസ്കരിച്ച ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ്
ക്ഷീണിച്ച് വന്ന പല സഹോദരങ്ങളും ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുക്കൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ അടുക്കൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. വളരെ ആത്മബന്ധം എനിക്കുണ്ടായിരുന്ന എൻ്റെ വാത്സല്യ സ്നേഹിതനായിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു ആത്മമിത്രമായിരുന്നു അദ്ദേഹം. ദൈവം അദ്ദേഹത്തെ തൻ്റെ നിർണയത്തിൻ്റെ സമയത്ത് തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു. ഇന്ന് രാത്രി ദുഃഖിക്കുന്ന അനേക ദൈവമക്കൾ ഈ പരിസരങ്ങളിൽ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ കല്ലറയ്ക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന ചലിക്കുന്ന ജീവന്റെ പ്രത്യാശ, അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണുന്നു. നിത്യതയുടെ തീരത്ത് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്ന ഒരു ദിവസം വരുവാൻ തുടങ്ങുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ അവൻ്റെ സമ്പത്ത്, അവൻ്റെ അവകാശം പാതി ചെയ്യേണ്ടതിന് തൻ്റെ സഹോദരനോട് കൽപ്പിക്കണം എന്നുള്ള അവകാശവാദം ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനുമായി വസ്തു വീതം ചെയ്യേണ്ടതിന്, പാതി ചെയ്യേണ്ടതിന് എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് താൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് അവനോട് എടുത്ത വായിൽ ചോദിക്കുകയാണ്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് സമ്പത്ത് വീതം ചെയ്യുന്നവനാക്കി ഭൗതിക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മധ്യസ്ഥനാക്കിയതാര്? മനുഷ്യന്റെ ഭൗതിക പ്രശ്നത്തിന് പരിഹാരം വരുത്താനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. കിട്ടുന്നതിൽ കൂടുതൽ വെട്ടിപ്പിടിക്കാൻ യേശുവിനെ മധ്യവർത്തിയാക്കാനാണോ, അതോ യോഗ്യമായ അവകാശം കിട്ടാഞ്ഞതാണോ ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ പ്രശ്നം എന്ന് നമുക്കറിയില്ല. കിട്ടേണ്ടതിൽ കൂടുതൽ വെട്ടിപ്പിടിക്കാൻ യേശുവിനെ മീഡിയേറ്റർ ആക്കുകയാണോ, അതോ യോഗ്യമായി കിട്ടേണ്ടത് കിട്ടാഞ്ഞതിന്റെ ഭാരമാണോ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മുഖാന്തരമായത് എന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ നിർത്തിക്കൊണ്ട് ഏത് കാലത്തെയും മനുഷ്യന്റെ ദുർമോഹം എന്ന പാപത്തിന് നേരെ ആഞ്ഞടിക്കുകയാണ്. അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, എന്നെ നിങ്ങൾക്ക് സമ്പത്ത് വീതം വെക്കുന്നവനാക്കിയതാര്? മനുഷ്യന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഒരു മീഡിയമാകാനല്ല ഞാനിവിടെ വന്നത്. മനുഷ്യന്റെ ആത്മരക്ഷയാണ് എൻ്റെ ലക്ഷ്യം. മനുഷ്യൻ ആത്മരക്ഷയ്ക്ക് വേണ്ടത് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മനുഷ്യന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മീഡിയമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെനിക്ക് മനസ്സില്ല. എൻ്റെ ലക്ഷ്യം സമ്പത്ത് വെട്ടിപ്പിടിക്കാൻ മനുഷ്യന്റെ കൈകൾക്ക് കരുത്ത് നൽകുകയല്ല, നിത്യത അവകാശമാക്കാൻ ആത്മാക്കളെ ഒരുക്കുകയാണ്. എന്നിട്ട് കർത്താവ് ഒരു ഉപമ, വളരെ ചിന്തോദ്ദീപകമായ ഒരു ഉപമ അവതരിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ കാർഷിക മേഖല നന്നായി വിളഞ്ഞു, കൃഷിഭൂമി നന്നായി വിളഞ്ഞു. അവൻ ഒരു ആത്മഗതത്തിലെത്തുകയാണ്. അവൻ അന്തർഗതങ്ങളിൽ ആത്മഗതം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൃഷിഭൂമി നന്നായി വിളഞ്ഞിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത് ചെയ്യും. ഞാൻ എൻ്റെ പണ്ടികശാലകൾ പൊളിക്കും, എന്നിട്ട് അതിലും വലുത് പണിയും. എന്നിട്ട് ഏറിയ ആണ്ടുകളിലേക്കുള്ളത് ഞാൻ പണ്ടികശാലയിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ ഞാൻ പറയും, തിന്നുക, കുടിക്കുക, നിനക്കേറിയ ആണ്ടുകളിലേക്ക് ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അന്ന് രാത്രി അവന്റെ ചെവിപ്പുറകിൽ അല്ലെങ്കിൽ അശരീരിയിൽ ഒരു ശബ്ദം മുഴങ്ങുന്നു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. സത്യത്തിൽ ഇവൻ മൂഢനാണോ? ആത്മാർത്ഥമായി എന്റെ കേൾവിക്കാർ അവനെ ഒന്ന് വിലയിരുത്തൂ. കട്ടും ഓട്ടിച്ചു ഉണ്ടാക്കിയ പണം കൊണ്ടല്ല അവൻ പണ്ടികശാല നിറയ്ക്കാൻ പ്ലാൻ ചെയ്തത്. ഒരു മനുഷ്യന്റെ കൃഷിഭൂമി നന്നായി വിളയണമെങ്കിൽ കയ്യും കെട്ടി കാല് നീട്ടിക്കിടന്ന് ഉറങ്ങിയാൽ പറ്റില്ല. മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുന്നവന്റെ കൃഷിഭൂമിയെ നന്നായി വിളയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കഥാപാത്രം സാധാരണക്കാരനല്ല. നമ്മുടെ കഥാപാത്രം മണ്ണിനോട് മല്ലടിക്കുന്ന കഠിനാധ്വാനിയായ ഒരു കർഷകനാണ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സ്വന്തം കഠിനാധ്വാനത്താൽ വിയർപ്പിറക്കി പണിത ഒരു കൃഷിഭൂമിയിലെ സമ്പത്ത് തന്റെ ഭൗതിക ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി വിദഗ്ധമായി ഡിപ്പോസിറ്റ് ചെയ്ത് അത് നാനാവിധമാക്കാതെ സൂക്ഷിക്കുന്നത് ദൈവേഷ്ടത്തിന് വിപരീതമാണോ? അപ്പോൾ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യണമെന്നാണോ യേശു പറഞ്ഞത്? അപ്പോൾ ഇയാൾ കഠിനാധ്വാനിയാണ്. കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ സമ്പത്ത് നാനാവിധമാക്കി കളയാതെ ആ സമ്പത്ത് തന്റെ വിദഗ്ധമായ ഭാവിക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുവാൻ താൻ പ്ലാൻ ചെയ്തത്
അത് ബുദ്ധികേടല്ല, അത് ബുദ്ധി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് യേശു ഇവരെ മൂഢ എന്ന് വിളിച്ചു? ഈ കാലത്തായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നതെങ്കിൽ നമ്മുടെ സഭകളിൽ വിളിച്ച് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ക്ലാസ് നടത്താൻ പറ്റിയ ആളായിട്ട് ഇദ്ദേഹത്തെ ചിത്രീകരിക്കാം. കാരണം ഇദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്? സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മണ്ണിൽ പൊന്നു വിളയിച്ചതാണോ തെറ്റ്? തന്റെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ സമ്പത്തിനെ നാനാവിധമാക്കി കളയാതെ തന്റെ കുടുംബത്തിന് സുരക്ഷിതത്വത്തിന് വേണ്ടി വിദഗ്ധമായി പ്ലാൻ ചെയ്തതാണോ തെറ്റ്? എന്തുകൊണ്ട് ഇവൻ മൂഢനായി? ഇവൻ മൂഢനായത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇവൻ ജീവിതത്തെ കൃത്യമായി പ്ലാൻ ചെയ്യുകയായിരുന്നു. എങ്ങനെയാണ് അവൻ ജീവിതത്തെ പ്ലാൻ ചെയ്തത്? കല്ലറയ്ക്കിപ്പുറം കൊണ്ട് എങ്ങനെ വളരെ വിദഗ്ധമായി ജീവിക്കാം എന്നവൻ പ്ലാൻ ചെയ്തു. പക്ഷേ കല്ലറയ്ക്കപ്പുറം അവൻ വിട്ടുകളഞ്ഞു. എന്തൊക്കെ സമ്പത്ത് വെട്ടിപ്പിടിച്ചാലും പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് കാടിലെ കാറുകളിൽ വട്ടം കറങ്ങി ഇവിടെ സുഖസമൃദ്ധിയിൽ കഴിഞ്ഞാലും മരണത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ ഇവിടെ മാറി പൊതയ്ക്കാൻ പൊതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും ബഹുനില ബംഗ്ലാവ് സ്വന്തമായിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന കിടപ്പറ എന്റെ മരണയറയായി മാറിയാൽ, കാഹളം ധ്വനിച്ചാൽ എന്റെ വിശ്രമം താതന്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്നും ധൈര്യം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ മണ്ണിലെ നേട്ടങ്ങളെക്കാൾ നിത്യതയെ വലുതായി കാണുന്നവരാണ് ധന്യൻ. ജനനം എന്ന മൂന്നക്ഷരത്തിനും മരണം എന്ന മൂന്നക്ഷരത്തിനുമിടയിൽ ജീവിതം എന്ന ഈ മൂന്നക്ഷരം സുഖലോലുപതയിൽ അവസാനിപ്പിക്കാനുള്ളതല്ല സുഹൃത്തേ, നിത്യത എന്ന മൂന്നക്ഷരത്തിനായി ഒരുങ്ങാനുള്ളതാണെന്ന് ഇന്ന് രാത്രിയിൽ നിന്നെ തട്ടി ഉണർത്തുന്ന ദൈവശബ്ദം ഈ ഗ്രൗണ്ടിൽ മുഴങ്ങുന്നു. ആത്മാക്കളുടെ നിത്യതയുടെ പ്രാധാന്യം എന്താണ്? മരണാനന്തരം ആത്മാക്കൾക്ക് അമർത്യതയുണ്ടോ? പുനരുത്ഥാനം യാഥാർത്ഥ്യമാണോ? പുനരുത്ഥാനം യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാവുന്ന വല്ല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ആധുനിക തലമുറ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ശരീരരഹിതമായി ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണുകൊണ്ട് കണ്ടറിയുന്നു, ചെവി കൊണ്ട് കേട്ടറിയുന്നു, മൂക്കുകൊണ്ട് മണത്തറിയുന്നു, നാക്കുകൊണ്ട് രുചിച്ചറിയുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ പ്രകൃതി അറിയുന്നു. ഇതുപോലെ ആത്മാളത്വം ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ രൂപത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ പോലെ ചുറ്റുപാടിനോട് പ്രതികരിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യന്റെ കാർഷിക മേഖല നന്നായി വിളഞ്ഞു. അവനോട് തന്നെ ആ വിളഞ്ഞ പശ്ചാത്തലത്തിൽ ആത്മഗതം ചെയ്യുകയാണ്, ഞാൻ എൻ്റെ പണ്ടികശാലകൾ പൊളിച്ച് ഇതിലും വലുത് പണിയും, ഏറിയ നാളുകളിലേക്കുള്ളത് അത് ഞാൻ കൂട്ടിവെക്കും, അതിനുശേഷം എന്നോട് തന്നെ തിന്നുക കുടിക്കുക, നിനക്കേറിയ നാടുകളിലേക്ക് സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലൊന്ന് പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നതിനേക്കാൾ കാര്യം ഗ്രഹിച്ച് സ്തോത്രം ചെയ്യാൻ അവസരം ലഭിച്ചാൽ അതാണ് ഭാഗ്യം. പണ്ട് കുറേ വർഷങ്ങൾക്ക് പുറകിൽ നമ്മളൊക്കെ ഈ കരപ്പൻ വന്ന ഒരു കാലഘട്ടത്തിൽ ആയുർവേദ മരുന്ന്, പ്രത്യേകിച്ച് കഷായം കുടിക്കുകയും കുടിപ്പിക്കുകയൊക്കെ ചെയ്ത കാര്യം ഓർക്കുന്നുണ്ടല്ലോ. പിള്ളേരെ എങ്ങനെയാണ് കഷായം കുടിപ്പിക്കുന്നത്? രണ്ട് കാലിനിടയിലോട്ട് അങ്ങോട്ട് കയറ്റി നിർത്തി രണ്ട് കൈയും അങ്ങോട്ട് പുറകിൽ പിടിച്ചു കെട്ടി പിടിച്ചിട്ട് വായങ്ങോട്ട് പൊളിച്ച് ഈ കടുങ്കാപ്പിയുടെ കളറുള്ള കട്ടിക്കഷായം വായിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്നൊരു കയ്പെന്നറിയാമോ, ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചും കൈക്കും. സ്തോത്രം. അത് കഴിഞ്ഞ് വല്ല ചക്കരയോ തേനോ വായിലൊന്ന് പുരട്ടി ആശ്വസിപ്പിച്ച് വിടുന്ന രംഗം ഓർമ്മയുണ്ടോ? എന്തിനാ ഈ ഭഗീരഥ പ്രയത്നം? എന്തിനാ ഈ രണ്ട് തുടം കഷായം അകത്ത് ചെലുത്താൻ ഇത്രമാത്രം ബലപ്രയോഗം? എടാ, ഇവത്തെ രണ്ട് തുടം അകത്ത് കയറിയാൽ പിത്തശൂല മാറുമെന്ന് ഉറപ്പാണ്. ഇന്ന് രാത്രി പറയട്ടെ, കൂടുതലൊന്നും കേട്ടില്ലെങ്കിലും ഇന്ന് രാത്രി ഇവത്തേൽ രണ്ട് തുടം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമെന്ന് ഉറപ്പാണ്. ഈ രാത്രി നിങ്ങളുടെ കണ്ണ് തുറന്ന് നിത്യത കണ്ടു വേണം ഇന്ന് രാത്രി എഴുന്നേറ്റ് പോകാൻ. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകൾ ഉയർത്തി നിത്യത കണ്ട് ആരാധിക്കുന്ന രാത്രിയാകണം.
പണ്ടേ കാലത്ത് ഒരു കർത്തദാസൻ ഒരിക്കൽ പറഞ്ഞു, 25 പൈസയുടെ DDT ഉണ്ടായിരുന്നെങ്കിൽ ഒരു കട്ടിലെ മൂട്ട മുഴുവൻ ചാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 250 രൂപയുടെ DDTക്കകത്ത് കട്ടിൽ കുളിപ്പിച്ചാൽ ഒരൊറ്റ മൂട്ട ചാകുകയല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വിവക്ഷ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, പണ്ട് ഒരു ശീല് പാട്ടും പാടി പിതാക്കന്മാർ എഴുന്നേറ്റാൽ ഇരിക്കുന്ന ജനം തറയിലിരുന്നാലും തറ തൊടാതെ ആരാധിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് 250 പാട്ട് ഇതെല്ലാം വെച്ച് തട്ടിക്കൊട്ടി പാടിയാലും ഒരെണ്ണം ചലിക്കില്ല. അതിന് കാരണം അന്ന് പാടി ആരാധിച്ച പാട്ടിൻ്റെ രീതി നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇന്ന് പാടി ആരാധിക്കുന്ന പാട്ടുകളോട് എടുത്ത് പരിശോധിച്ചാൽ ഇന്നത്തെ കാഴ്ചപ്പാട് എത്ര മാറി എന്ന് മനസ്സിലാക്കാൻ കഴിയും. പണ്ട് എന്താ പാടിയത്? ഒരു 25 പാട്ട് കഴിഞ്ഞ 25 കൊല്ലങ്ങൾക്ക് പുറകിൽ പിതാക്കന്മാർ പാടി ആരാധിച്ച് നമ്മൾ എടുത്തുപോയി. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്ന് ഞാൻ വാഴുമന്ന്, ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട് ദൈവദൂതരുണ്ടല്ലേ, കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാൽ എനിക്കേറെ ഭാഗ്യം, കൈപ്പണിയല്ലാത്ത നിത്യ വീട്ടിൽ വേഗം നമുക്കങ്ങ് ചെന്നു ചേരാം അല്ലേ. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റ എൻ പ്രിയനെ കാണാറായി അല്ലേ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ അല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ചോദിക്കട്ടെ, അന്നത്തെ പാട്ടുകളുടെ സ്ഥാനത്ത് 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കാൻ പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങളെയും ഉപയോഗിക്കുന്ന നിരവധി ടെക്നിക്ക് പാട്ടുകളിലൂടെ ജനക്കൂട്ടത്തെ മനഃശാസ്ത്രപരമായി ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഈ തലമുറയിൽ ഇന്ന് രാത്രി യോഗം പിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് നിത്യതയുടെ ദർശനം അകത്തുറച്ചു വേണം. എൻ്റെ മുൻപിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വചനം കേട്ട് മടങ്ങാൻ ഈ രാത്രി ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവാത്മാവിൻ്റെ വ്യാപാരം ഒരു കുളിർമഴ പോലെ നമ്മുടെ തലയ്ക്ക് മീതെ പെയ്തിറങ്ങുന്ന രാത്രിയാകട്ടെ. ദൈവാത്മാവ് നിങ്ങളെ ഈ രാത്രി വചനത്തിന് മുമ്പിൽ തട്ടി ഉണർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആ മനുഷ്യൻ അയാൾ ധ്യാനിക്കുകയാണ്, സങ്കല്പം കൊള്ളുകയാണ്, അയാളുടെ ഭാവിയെ വിദഗ്ധമായ പ്ലാൻ ചെയ്യുകയാണ്. എന്താ പ്ലാൻ ചെയ്യുന്നത്? കല്ലറയ്ക്കിപ്പുറം കൊണ്ട് എന്തൊക്കെ നേടിയെടുക്കാം എന്നതാണ് അയാളുടെ പ്ലാൻ. അയാൾ കല്ലറയ്ക്കപ്പുറം വിട്ടുകളഞ്ഞിരിക്കുന്നു. അയാൾ വിചാരിച്ചിരിക്കുന്നത് അയാൾ നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമാണെന്നാണ്. പക്ഷേ ഓർക്കണേ, നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല നീ. നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ ഒരു പുഷ്പക്കൊടി മാത്രമാണെന്ന് കാണാൻ കണ്ണ് തുറന്നാൽ അതാണ് ധന്യത. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി പറയട്ടെ, നമ്മുടെ പലരുടെയും മുഖത്ത് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അടുത്ത കാലത്ത് ഞാൻ ഇവിടുന്ന് പോകുകയാണെന്നുള്ള മട്ടില്ല നമ്മുടെയൊക്കെ ഇരിപ്പ്. സ്തോത്രം. മുന്നേ ഇരിക്കുന്ന ആളും പോക്ക, പുറകിരിക്കുന്ന ആളും പോക്ക, ഇടത്തിരിക്കുന്ന ആളും പോക്ക, വലത്തിരിക്കുന്ന ആളും പോക്ക, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും എന്നതാണ് നമ്മുടെ മുഖഭാവം വിളിച്ചു പറയുന്നത്. സ്തോത്രം. പണ്ടൊരിക്കൽ ഒരു വല്യപ്പച്ചന് കൊച്ചുമോൾ വെള്ളം കൊടുക്കാൻ കൊണ്ടുവന്നു. വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് അപ്പച്ചൻ അങ്ങ് കരഞ്ഞു. കരഞ്ഞപ്പോൾ ചോദിച്ചു, അപ്പച്ച എന്നെ കരയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോളെ നിന്റെ വല്യമ്മ എൻ്റെ മോൾ എനിക്ക് വെള്ളം തന്ന അവള് പോയി, അതിനുശേഷം അവിടെ മോൾ എനിക്ക് വെള്ളം തന്ന അവളും പോയി, ഇപ്പം നീ എനിക്ക് വെള്ളം തരിക കൊച്ചേ, നിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഈ ഉള്ളവൻ ആര് വെള്ളം തരുമെന്ന് ഓർത്ത് ഈ അപ്പച്ചൻ അങ്ങ് കരഞ്ഞു പോയതാ. ഇതുപോലെ അടുത്ത കാലത്തെങ്ങും പോകുകയെന്നാണ് അപ്പച്ചൻ്റെ ധാരണ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എത്ര കാലമുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ? എത്ര കാലമുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ? മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അത് കഴിഞ്ഞാൽ പിന്നെ കഷ്ടം. ഇരിക്കുന്നവർക്കും കഷ്ടം, നോക്കുന്നവർക്കും മഹാകഷ്ടം. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ 80 കൊല്ലവും കൂടെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെയുണ്ട്? എത്ര പേരുണ്ട് ഈ ഭൂമിയിൽ 80 കൊല്ലവും കൂടെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളവർ? 80 കൊല്ലം മൊത്തം ജീവിച്ചിരിക്കാൻ ആർക്ക് പറ്റും എന്ന് ആരെക്കുറിച്ച് ഗ്യാരണ്ടി പറയാൻ പറ്റും? ഒരിക്കൽ ഒരു ശ്രദ്ധേയനായ കവി പറഞ്ഞു, ഈ ഭൂമി ഒരു നാടകമാണ്, അതിൽ നമ്മൾ ഓരോരുത്തരും ഓരോ അഭിനയ രംഗങ്ങൾ അഭിനയിക്കുകയാണ്. അങ്ങനെ മനുഷ്യ ജീവിതം 7 അംഗമുള്ള ഒരു നാടകരംഗമാണ്. ഈ 7 അംഗം കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു 80 കൊല്ലം ഇവിടെ ഉണ്ട്. 80 കൊല്ലം എന്ന് പറഞ്ഞാൽ 80 ഗുണം 365 സമം ഒരു 29,200 ദിവസം. ശ്രദ്ധിക്കണേ, 29,200 കൊല്ലമല്ല. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് 29,200 കൊല്ലം ഇനിയും കിടപ്പുണ്ട്. ആ ഏതൻ പ്രദേശം ഉണ്ടായിട്ട് ആയിട്ടുള്ളെന്നുള്ള മട്ടിലാ ഇരിപ്പ്. ശ്രദ്ധിക്കണം, 29,200 കൊല്ലമല്ല, 29,200 ദിവസമേ ഉള്ളൂ 80 കൊല്ലം കൂടെ കിട്ടിയാൽ.
ഇത് 40 കഴിഞ്ഞവരല്ലേ ഇതിനകത്ത് ഇരിക്കുന്നത് മിക്കവാറും ഒക്കെ. ഇനി എത്ര ഉണ്ട് ബാക്കി? ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മൾ സെമിത്തേരി ചെല്ലും. സ്വോത്രം കുറവായിരുന്നു. അടുത്ത 14,000 ദിവസത്തിനുള്ളിൽ ശവസംസ്കാര ശുശ്രൂഷ നടക്കാനിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. തങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ടിലെ ആടുന്ന കാലുള്ളൊരു ബെഞ്ചിൽ എന്റെ ഡെഡ് ബോഡി ഇരിക്കാൻ അടുത്ത 14,000 ദിവസത്തിനിടെ നടക്കുമെന്ന ചിന്തയുള്ള എത്ര പേരിനകത്തുണ്ട്? പിന്നെ ഇച്ചിരി BP-യും ശകലം കൊളസ്ട്രോളും ശകലം ഷുഗറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ 16,000 ദിവസത്തിനുള്ളിൽ നമ്മൾ അങ്ങ് ചെല്ലും. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ എല്ലാം കൂടെ കിട്ടിയാൽ എത്ര കാലം കിട്ടും? ആ കവി പറഞ്ഞതുപോലെ ഈ ലോകമെല്ലാം ഒരു നാടകം തൻ, മാലോകരെല്ലാം ഇതിലെ നടന്മാർ, ഓരോരോ നാളും നടനം നടത്തും. ഏഴംഗമുണ്ടീ നരനാടകത്തിൽ. മനുഷ്യ ജീവിതം ഒരു നാടകമാണ്. 7 അംഗം അഭിനയിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജന്മം കൊണ്ട നാടകകർത്താക്കളാണ് ഇവിടെ ഇരിക്കുന്നവർ. എന്നിട്ട് കവി പറയുകയാണ്, ചോരക്കുടം പോലൊരു കൊച്ചു കുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴംതുണി കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് ആദ്യമായി ജനിക്കുന്ന നവജാത ശിശുക്കളെ സൂതികർമ്മണികൾ പാളയ്ക്കകത്ത് കിടക്കുമ്പോണ്ട്. എന്നാ നമ്മളുമായിട്ടുള്ള വ്യത്യാസം? പണ്ട് പാളയ്ക്കകത്ത് പുറത്തോട്ട് വന്നു, നമ്മൾ ലേബർ റൂമിൽ നിന്ന് പ്ലാസ്റ്റിക് പൊതിഞ്ഞ് പുറത്തോട്ട് വരുന്നു. ഈ വലിയ വ്യത്യാസം കൂടുതലായിട്ടൊന്നും ഇല്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പാളയ്ക്കകത്ത് രംഗത്ത് വരുന്ന ഒന്നാമത്തെ അഭിനയ രംഗം അത് നമ്മളൊക്കെ കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ അഭിനയ രംഗം കവി പറയുകയാണ്, പന്തും പടവും പമ്പരവും കറക്കി കളിച്ചു ചാടി കളിയോടിയാടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പയ്യൻ. രണ്ടാമത്തെ രംഗം കൊച്ചു പയ്യന്റെ സീനറിയാണ്. പന്തും പടവും പമ്പരവും ഒക്കെ കളിച്ച് കുറ്റിയും കോലും ഒക്കെ കളിച്ച് ദൈവത്തിന് സ്തോത്രം ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഇവൻ ചരിത്രത്തിൽ രംഗത്തോട് വരികയാണ്. രണ്ടാമത്തെ അഭിനയ രംഗം. മൂന്നാമത്തെ അഭിനയ രംഗം ശ്രദ്ധിക്കണേ. സ്തോത്രം. മുഖവും മിനുക്കി തലയും മിനുക്കി ബനിയൻ ബനാറീസ് 703 ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി പിന്നെ എന്ന് പറഞ്ഞാൽ തൊട്ട പൊട്ടുന്ന പ്രായം, ടീനേജ് പ്രായം. മുഖവും മിനുക്കി തലയും മിനുക്കി ഫേഷ്യലൊക്കെ ചെയ്ത് വയാ ബ്യൂട്ടി പാർലർ വഴി ഇങ്ങനെ നടക്കുന്ന കാലം. എന്താ? ബനിയൻ ബനാറീസ് 703 കൂടിയ അന്നത്തെ പഴയ ബനിയന. അപ്പോൾ കൂടിയ ടൈപ്പ് ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്ന കൗമാരപ്രായം. അത് കഴിയുന്ന ഒരു രംഗമുണ്ട്. അടുത്ത യൗവനകാലത്തിലേക്ക് കയറുന്ന രംഗം. പാവാട ജാക്കറ്റ് പട്ടുസാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ, പെങ്കോന്ത നേവൻ പുറകെ ഈ വണ്ണം കാണാൻ ബൃഹത്താന്ത വിശേഷ വേഷം. കടു കല്യാണം കഴിച്ചിറങ്ങി വരുന്ന കാലം, മുൻപിൽ ഭാര്യ, പുറകിൽ ഭർത്താവ്, ഇങ്ങനെ പോകുന്ന അടുത്ത കാലം. ആ അഭിനയം ചില പ്രിയപ്പെട്ടവർ തിമിർത്തിന്ന് രാത്രി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ അഭിനയ രംഗം പ്രതീക്ഷയോടെ കാത്തു കഴിയുന്നു. അങ്ങനെ അഭിനയിക്കുന്ന കല്യാണം കഴിക്കുന്ന കാലം. കല്യാണം കഴിച്ചു. കവി പറയുന്നു പിള്ളേരൊക്കെ ഉണ്ടായി. പിള്ളേരുണ്ടായി കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് എന്ന് പറയുകയാണ്, കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ. ഭർത്താവിനോട് ഭാര്യ പറയുക, കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ. അടുത്തത് ഭർത്താവിന്റെ മറുപടി, പൊടി അവൾ പഠിക്കട്ടെ, നിനക്കെന്തറിയാം, കുടുംബ കലഹം ബഹുവിശേഷം. എന്ന് പറഞ്ഞാൽ പെണ്ണിനെ കെട്ടിക്കുകയും കെട്ടിപ്പിക്കുകയും കല്യാണം കഴിച്ച് പിള്ളേരെ ഒരു സ്ഥാനത്താക്കി പെരയൊക്കെ വെച്ച് അങ്ങനെ ക്രമീകരണം ചെയ്യുന്ന ഒരു കാലം, കുടുംബകലഹത്തിന്റെ കാലം. അതും ചില ആൾക്കാർ ഇന്ന് രാത്രി കേൾക്കുന്നവർ തന്നെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞു. അടുത്ത രംഗം കവി പറയുന്നു, ദൈവത്തിന് സ്തോത്രം, കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്ത് തൻ മക്കൾ തിരുമിടുന്നു, കാർപ്പാസ ബീജാതി ബലാസുഗന്ധം, ബലഷഷ്ടമാംഗം എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്ന്. കാർപ്പാസ ബീജാതി ബലാസുഗന്ധം, ആയുർവേദ മരുന്നെല്ലാം കൂടെ കുഴച്ചങ്ങോട്ട് കൊടുക്കുന്ന, വാദവും പിത്തവും വിറയലും കോച്ചും കൊളുത്തുമൊക്കെ കൂടുന്ന ഒരു കാലം. അങ്ങനെ ബലഹീനതയുടെ കാലമാണ് അടുത്ത അഭിനയ രംഗം. ആറാമത്തെ അഭിനയ രംഗം. ഏഴാമത്തെ അഭിനയ രംഗമുണ്ട്. വൈദ്യൻ വരുന്നു, വലിവേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴെ കിടത്തുന്നു, ഇഷ്ടം സമസ്തം നരനാടകാംഗം. തീർന്നു, പോയി, ഈ മണ്ണ് വിട്ടു. എന്നാൽ ഇവിടുത്തെ അധ്യായം അവസാനിക്കുമ്പോൾ മരണം ഈ ഭൂമിയിലെ ഒടുവിലത്തെ അധ്യായമാണെങ്കിലും നിത്യതയുടെ ആദ്യത്തെ അധ്യായമാണെന്ന് കാണാൻ കണ്ണ് തുറന്ന ചുരുക്കം ദൈവമക്കൾ ഇവിടെയുണ്ട്. യേശുവിന് കൈകൊടുത്ത ദൈവമക്കളാണ് ധന്യർ. ഈ മണ്ണിനേക്കാൾ അവർ നിത്യത വലുതായി കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ചോദിക്കട്ടെ, വെട്ടിപ്പിടിച്ച സമ്പത്ത് നിന്റെ അധ്വാനത്തിന്റെ നേട്ട ഭാഗമായി കിട്ടിയതാകാം. പക്ഷേ
ആ പ്രതീക്ഷിക്കുന്ന സമ്പത്തിന്റെ കാൽക്കുലേഷൻ ഇല്ലേ കുഞ്ഞെ, ഇന്ന് രാത്രി നീ കണക്ക് കൂട്ടുന്നതിന്റെ ബിസിനസിന്റെ കാൽക്കുലേഷൻ, നിന്റെ ഭാവിയുടെ കാൽക്കുലേഷൻ, നിന്റെ കയ്യിലുള്ള ഡിപ്പോസിറ്റിന്റെ കാൽക്കുലേഷൻ. പക്ഷേ നീ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വിപരീതമായി ഒരു ദിവസം പ്രതീക്ഷിക്കാത്ത വേളയിൽ മരണം നിന്നെ തേടിയെത്തും. ബാത്റൂമിനകത്ത് ഷവറിന്റെ കീഴിൽ നിന്ന് സോപ്പ് ശരീരത്തെ തേച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ലടിക്കുന്ന സുഹൃത്ത് പുറത്തു വന്നാൽ ഇതൊന്ന് കഴുകിക്കളയട്ടെ എന്ന് പറയാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സോപ്പ് തേച്ച് കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരണം നിന്നെ തേടിയെത്തിയാൽ കഴുകിക്കളയട്ടെന്ന് പറയാൻ സമയം കിട്ടില്ല കേട്ടോ. വന്നാൽ പിന്നെ അത് കൊണ്ടേ പോകൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന കടപ്പറ എന്റെ മരണയറയായി മാറിയാൽ എന്റെ നിത്യ വീടിന് ഞാൻ തയ്യാറെന്ന് പറയാൻ ധൈര്യം പ്രാപിച്ചൊരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീയാണ് ധന്യൻ. നിന്റെ അകമിന്ന് രാത്രി തിളച്ചാരാധിക്കുന്ന രാത്രിയാകട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ കല്ലറയ്ക്കിപ്പുറം അവർ വിദഗ്ധമായി പ്ലാൻ ചെയ്യുകയാണ്. കല്ലറയ്ക്കിപ്പുറം നന്നായി പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പഞ്ചതന്ത്ര കഥയിലെ സ്വഭാവകൃഷ്ണന്റെ കഥ കേട്ടിട്ടുണ്ടോ? പഞ്ചതന്ത്ര കഥയിലെ സ്വഭാവകൃഷ്ണൻ എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ഒരു ദരിദ്ര ബ്രാഹ്മണനാണ്. അദ്ദേഹം ഒരു ശ്രാദ്ധത്തിന് പോയപ്പോൾ ഒരു കൂടെ മലർപ്പൊടി കിട്ടി. മലർപ്പൊടി ഇതുമായി കാട്ടിൽ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ക്ഷീണിതനായി അദ്ദേഹം തന്നെ ഒരു അരയാലിന്റെ കൊമ്പിൽ ഈ കുടം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് തൊട്ട് താഴെ ഇങ്ങനെ ശാന്തമായി കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയം ഇതിനിടയ്ക്ക് ഈ കുടത്തെ നോക്കിയിട്ട് താൻ ചില സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നെന്നാണ് കവി പറയുന്നത്, ചിന്തകൻ പറയുന്നത്. അല്ലെങ്കിൽ പറയാ, ഞാൻ ദരിദ്രനാ, ഉടുതുണിക്ക് മറുതുണിയില്ല, എരഗതിക്ക് പരഗതിയില്ല, എന്താ ഞാൻ ചെയ്യുന്നത്? ദാരിദ്ര്യത്തിന് നെല്ലി പലകെ നിൽക്കുക. എന്താ ചെയ്യുന്നേ? ഞാൻ ചെയ്യും, ഈ ഒരു കുടം മറുപ്പൊടി വിറ്റിട്ട് ഞാനൊരു പെണ്ണാടിനെ വാങ്ങിക്കും. വാങ്ങിച്ചാൽ അധികം താമസിക്കാതെ പെണ്ണാട് ഇരട്ട പെറും. അതോടുകൂടെ ഞാൻ പശുക്കൂട്ടങ്ങളെ തന്നെ ഇത് വിറ്റ് സ്വന്തമാക്കും. അങ്ങനെ എൻ്റെ ആട്ടിൻകൂട്ടങ്ങളും പശുക്കൂട്ടങ്ങളും അങ്ങ് പെരുകും. അത് കഴിഞ്ഞാൽ ഞാൻ എരുമക്കൂട്ടങ്ങളെ എൻ്റെ സ്വന്തമായി വാങ്ങും. അതോടുകൂടെ ഞാൻ നാട്ടിലെ വലിയ സമ്പന്നനായൊരു ബ്രാഹ്മണനായിട്ടങ്ങ് മാറും. അതോടുകൂടെ ഞാൻ പെൺകുതിരകളെ കൂടെ സ്വന്തമാക്കും. അങ്ങനെ ഇരിക്കേ നാട്ടിലെ ഒരു പ്രമുഖനായ ബ്രാഹ്മണൻ എനിക്ക് നല്ല ഒരു കല്യാണാലോചനയുമായിട്ട് വരും. ആ വീട്ടിലെ സുന്ദരിയായൊരു പെൺകുഞ്ഞിന്റെ കല്യാണം. അങ്ങനെ ഞങ്ങളുടെ വേളി അങ്ങ് ഭംഗിയായി നടക്കും. ഒരു കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കും. ആ കുഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ ഓടിച്ചാടി നടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ അശ്രദ്ധ കൊണ്ട് ആ കൊച്ചു കാല് തെറ്റിയൊന്ന് വീഴും. ഇത് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്കിട്ട് കൊടുക്കുമൊരടി എന്ന് പറഞ്ഞ് കിടക്കുന്ന കിടപ്പിൽ കൈ നൂർത്തോളം ഒറ്റ അടി. അത് കിട്ടിയത് മറുപടിക്കൂടത്തിലിട്ടായിരുന്നു. എല്ലാം കൂടെ തെറിച്ച് മൂക്കിലും വായിലും എല്ലാം കൂടെ വീണ് ഇയാൾ ഇളിപ്യനായി എഴുന്നേറ്റതുപോലെ ഈ കർഷകൻ ധ്യാനിക്കുകയാണ്. എന്താ, ഞാനിത് ചെയ്യും, എൻ്റെ പണ്ടികശാലകൾ പൊളിച്ച് ഇതിലും വലുത് പണിയും. പക്ഷേ ആ രാത്രിയിൽ പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദം അവന്റെ ചെവിപ്പുറകിൽ മുഴങ്ങുന്നു. മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കല്ലറയ്ക്കിപ്പുറത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിത്യതയും ന്യായവിധിയും ആത്മക്കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നീ മൂഢനല്ല, നീ ധന്യനാണ്. സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. കിണറ്റിച്ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ചത്താലും, കെട്ടിത്തൂങ്ങി ചത്താലും, മരണം കൊണ്ട് കഥ മാറ്റിവെക്കാതെ, മരണം കൊണ്ട് വിധി മാറ്റിവെക്കാതെ ചത്ത് കിടക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു കോടതി എൻ്റെ മുൻപിലുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിൻ്റെ കോടതി. ആ ന്യായവിസ്താര ദിവസം എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമെന്ന് പറയുവാൻ പ്രാഗൽഭ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നീയാണ് ധന്യൻ. ദൈവത്തിന് സ്തോത്രം. മരണാനന്തരം ആത്മാക്കൾക്ക് അമർത്യതയുണ്ടോ? മരണാനന്തരം ശരീരരഹിതമായി ഒരാളത്വമുണ്ടോ? ശരീരത്തിൽ നിന്ന് വിട്ടുകിട്ടുന്ന ആത്മാക്കളുടെ ഭാവി എന്താണ്? ശരീരരഹിതമായി മനുഷ്യാത്മാക്കൾക്ക് നിലനിൽപ്പുണ്ട് എന്ന് തെളിയിക്കാവുന്ന വല്ല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ നിർത്തുമ്പോൾ തന്നെ ശാന്തമായി എന്നെ കേൾക്കാൻ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇന്നേക്ക് ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ കേംബ്രിഡ്ജിൽ DNA ലാബ് സന്ദർശിക്കുന്ന സമയം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഞാൻ കണ്ടു. അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യം ഞാൻ പറയാം. 16 കൊല്ലം മുൻപ് ചത്തുപോയ ഒരു എലിയുടെ കോശം ക്ലോൺ ചെയ്ത് അതുപോലെ എലിയെ പുനർജീവിപ്പിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച ശാസ്ത്രലോകത്തിന് അത്ഭുതമായിരുന്നു.
16 കൊല്ലം മുൻപ് ചത്തുപോയൊരു എലിയുടെ കോശത്തിൽ നിന്ന് അതുപോലെ എലിയെ പുനർജീവിപ്പിച്ചു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹിമകാല കരടികൾ, പറക്കുന്ന ഡിനോസറുകൾ, 150 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പറക്കുന്ന ഡിനോസറുകൾ ഉൾപ്പെടെയുള്ള സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജീവികളുടെയും മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈജിപ്ഷ്യൻ മമ്മികളുടെയും ഒക്കെ അതേ രൂപങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ക്ലോണിങ് നടത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ സമയം ഞാൻ അവിടെ ഇരുന്ന ഒരു മലയാളി ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ, 16 കൊല്ലം മുൻപ് ചത്തുപോയ എലിയുടെ കോശം ക്ലോൺ ചെയ്ത് അതുപോലെ എലിയെ ചരിത്രത്തിലേക്ക് നിങ്ങൾക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഒരു അസ്ഥി കിട്ടിയാൽ അതിൽ നിന്ന് ആ മനുഷ്യനെ ലിറ്ററലായി ചരിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശാസ്ത്രത്തിന് കഴിയുമോ? അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ അത്ഭുതപ്പെടും. ഈ നിലയിൽ ശാസ്ത്രം പുരോഗമിച്ചാൽ ചത്തുപോയ ഒരു എലിയുടെ രോമത്തിൽ നിന്ന് അതിന്റെ DNA രൂപവൽക്കരിച്ച് അതിലൂടെ ആ ജീവിയെ ലിറ്ററലായി ചരിത്രത്തിൽ മടക്കിക്കൊണ്ടുവന്നെങ്കിൽ, മരിച്ചുപോയ മനുഷ്യന്റെ അസ്ഥിഘടനയിൽ നിന്നും DNA രൂപവൽക്കരിച്ച് അവനെ അതിൽ നിന്നും മടക്കി വരുത്താൻ കഴിയുന്ന ഒരു കാലം ചരിത്രത്തിൽ വിദൂരമല്ല. അത് കേട്ടപ്പോൾ ഞാൻ തുള്ളിച്ചാടി. എന്തെന്നറിയാമോ? ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നസ്രായൻ വിളിച്ചു പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്ന ദിവസങ്ങൾ വരുന്നുവെന്ന് വിളിച്ചു പറയുന്ന സാധുക്കളായ കർത്തൃദാസന്മാരുടെ വാക്കുകൾ ഈ തലമുറയ്ക്ക് മുൻപിൽ സംഭവിക്കും. സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുള്ള തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരം ഉയർപ്പിന് വിധേയമാകുന്ന ദിവസം വരുന്നു. അത് സങ്കല്പമല്ലത്, യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നു എന്നുള്ളതാ ഭാഗ്യം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യത്തോടെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ കരുത്തല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? എൻ്റെ കരുത്തല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയായി ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഈ ഗ്രൗണ്ടിൽ ദൈവം എന്നെ കൊണ്ടുവന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്നൊരു കൊച്ചു പമ്പ്, ഇടനെഞ്ചിൽ നിന്ന് മുഷ്ടിയുടെ വലിപ്പമുള്ള കേവലം ഒരു പമ്പ് ഇടനെഞ്ചിൽ നിന്ന് ഇടവിടാതെ ഇടിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ രാത്രി വാ തുറന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. 1 മിനിറ്റിൽ 72 തവണ, 1 മിനിറ്റിൽ 72 തവണ സ്തോത്രം. അതെ, ഒരു ഇടിപ്പിൽ 2.5 ഔൺസ് രക്തം, 2.5 ഔൺസ് രക്തം, 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ കണക്ഷനുകളുമുള്ള 1.5 കിലോ ഭാരമുള്ള തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള മുഴുവൻ ദൈർഘ്യത്തെ വലിച്ചു തെറ്റിവെച്ചാൽ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങാത്തോട് പോലെയുള്ള ഈ ഭൂമിയെ രണ്ടാവർത്തിയിലധികം ചുറ്റാൻ ദൈർഘ്യമുള്ള നേർവുകളിലൂടെ ഇതാ 2.5 ഔൺസ് രക്തം ഓരോ മിനിറ്റിലും 72 തവണ പമ്പ് ചെയ്തുകൊണ്ട് ഇടനെഞ്ചിൽ ആ പമ്പ് ഇരിക്കുകയല്ലേ, ആ മാംസസഞ്ചി ഇരിക്കുകയല്ലേ? എത്ര കാലമായി പണി തുടങ്ങിയിട്ട്? അമ്മയുടെ വയറ്റിൽ രൂപപ്പെട്ട സമയം മുതലായി ഇടിപ്പാരംഭിച്ചതാ. എപ്പോ വരെ തുടരും? മരണം വരെ തുടരും. 70 വയസ്സുള്ള ഒരു അച്ചായൻ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ചെവി തുറന്നു കേട്ടോ. ഇപ്പോൾ 250 കോടി വട്ടം ഇത് ഇടിച്ചു കഴിഞ്ഞു. ഒരു വട്ടമല്ല, 250 കോടി വട്ടം ഇടിച്ചു കഴിഞ്ഞു. പണി മുടക്കിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഒരു പകലിൽ, കഴിഞ്ഞ രാത്രി നീ ഉറങ്ങിക്കിടന്നപ്പോഴും ഈ ഇടിപ്പ് തുടരുകയാ. പണി മുടക്കിയിരുന്നെങ്കിലോ? ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും വാൽവിന് എണ്ണയിട്ടോ? ആരെങ്കിലും ജംഗ്ഷൻ മാറ്റി വെച്ചോ? ആരെങ്കിലും കണക്ഷൻ മാറ്റി കൊടുത്തോ? ഇല്ലല്ലോ. എങ്കിൽ ഇന്ന് രാത്രി ഓർക്കണേ, ഒരു വേള പണി മുടക്കിയിരുന്നെങ്കിൽ നിന്റെ മൂക്കിൽ പഞ്ഞി തിരുകി അടുത്ത മോർച്ചറിക്കകത്ത് നീ ഇരുന്നേനെ. അതിന് തെളിവിൽ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിൽ ദൈവം നിന്നെ കൊണ്ടുവന്ന്, നിന്റെ കഴിവല്ല, എന്റെ ദൈവം നിന്റെ മേൽ പകർന്ന കൃപയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന നീ നിന്റെ അന്തരംഗത്തോട് ആത്മാർത്ഥമായി ചോദിക്കണം. ഏത് സമയത്തും ക്ഷണിക്കാത്ത അതിഥിയെ പോലെ മരണം നിന്റെ അടുക്കൽ വരും. അത് യാത്രയിൽ വാഹനത്തിൽ വെച്ചോ അല്ല, ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ അല്ല, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളക്കേസിന് വല്ല കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായിൽ എത്ര കഷ്ടമേ. എന്നാൽ ഇന്ന് രാത്രി ഏത് സമയത്ത് എന്റെ അടുക്കൽ അവൻ എത്തിയാലും ധൈര്യത്തോടെ കടന്നു പോകത്തക്ക വിധം ഞാൻ എന്റെ ജീവിതത്തെ ദൈവത്തിൽ ഒരുക്കിയിരിക്കുന്നെന്ന് പറയാൻ ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നീയാണ് ധന്യൻ. നീ ഇന്ന് രാത്രി
ദൈവത്തിന് സ്തോത്രം. ഇതിന് വളരെ തെളിവുകൾ പറയുവാനായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരിക്കൽ ഡയാന എന്ന് പേരുള്ള ഒരു ക്യാൻസർ ഡോക്ടർ, ക്യാൻസറിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ, നിരീശ്വരവാദിയാണ്, ദൈവാസ്തിക നിഷേധിയാണ്, ദൈവമില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നയാളാണ്. ആ സ്ത്രീ ദൈവവിശ്വാസിയായി മാറിയ ചരിത്രപ്രസിദ്ധമായൊരു സംഭവമുണ്ട്. സംഭവം ശ്രദ്ധിച്ച് കേൾക്കുക. ആ സ്ത്രീ ഒരു വീട്ടിലെ ഭക്തനായ ഒരു കർത്തൃദാസന്റെ, ഒരു സുവിശേഷകന്റെ കൊച്ചുമക്കളായ ആൻ, മേരി എന്ന 2 കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുകയാണ്. മൂത്ത മകൾ മേരി, അവൾക്ക് വയസ്സ് 8, ലുക്കീമിയ രോഗബാധിതയായി ഡോക്ടറിൻ്റെ അടുക്കലെത്തി ആ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നു. അന്നൊരിക്കൽ ഡോക്ടർ ഈ റൂമിലേക്ക് ചെല്ലുമ്പോൾ വിവശയായി കുഞ്ഞ് ഒരു അസ്ഥിക്കഷണം പോലെ കട്ടിലിൽ കിടക്കുന്നു. അതിവേദനയുണ്ട്. ഈ കുഞ്ഞിൻ്റെ അടുക്കലേക്ക്, ഈ മേരിയുടെ അടുക്കലേക്ക് ഈ ദൈവദാസൻ ഈ ഡോക്ടർ ചെന്നപ്പോൾ ഡോക്ടർ അടുത്തുനിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഈ പെൺകുട്ടി കട്ടിലിൽ പാതി എഴുന്നേറ്റു. എന്നിട്ട് അവൾ നേരെ വിരൽ ചൂണ്ടി ജനലിന് നേരെ, എന്നിട്ട് പറഞ്ഞു, അമ്മേ, മമ്മിക്ക് കേൾക്കാമോ ആ ശബ്ദം? ദൂതന്മാർ എന്റെ കട്ടിലിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. അവൾ കണ്ണു തുറന്നു നോക്കിയിട്ട് പറയുന്നു, ദൂതന്മാർ എന്റെ കട്ടിലിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. യേശു അവരോടൊപ്പമുണ്ട്. മനോഹരമായ പാട്ടാണ് കേൾക്കുന്നത്. അവൻ എന്നെ കൊണ്ടുപോകാൻ വരികയാണ്. ഓ, എത്ര വെണ്മ, എത്ര മനോഹരമായ പ്രകാശം എന്ന് പറഞ്ഞിട്ട് അവൾ പുറകോട്ട് വീണ് തൽക്ഷണം മരിച്ചു. ഡയാന എന്ന ഡോക്ടറുടെ ചിന്തയ്ക്ക് ചിറക് വെച്ചു. മരണസമയം നിലവിളിയോടുകൂടെ അനേകർ തങ്ങളുടെ ശരീരത്തെ അള്ളിക്കീറാൻ ശ്രമിച്ചും തലവണ കടിച്ചു പറിച്ചും മരിക്കുമ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇതാ ദൂതന്മാർ ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കുന്നു. ഇതിന്റെ പുറകിൽ എന്തോ കാരണമുണ്ട്. അന്വേഷണം അവളിൽ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 6 വയസ്സ് പ്രായമുള്ള ആനും മാരകമായ തലച്ചോറിലെ ബ്രെയിൻ ട്യൂമർ സംബന്ധിച്ചുള്ള രോഗാവസ്ഥയിലായി. ആ കുഞ്ഞിന്റെ മരണം കഴിഞ്ഞ് ഒരു ദിവസം ആനിന്റെ വിവരം പറയുവാൻ ഡോക്ടറിന്റെ അടുക്കൽ അമ്മ എത്തിയപ്പോൾ തലേ രാത്രിയിൽ ഈ കുഞ്ഞ് കണ്ടൊരു സ്വപ്നം വിശദീകരിച്ചു. സ്വപ്നം ഇതാണ്, ഡോക്ടർ, എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ട സ്വപ്നം മറ്റൊന്നല്ല, അവൾ മരിച്ച് സ്വർഗത്തിൽ ദൈവസന്നിധിയിലെത്തുന്നു. അവൾ അവിടെ എത്തുമ്പോൾ ആത്മമണ്ഡലത്തിൽ എത്തുന്നതാണെങ്കിലും അവളോട് യേശുവും അവളുടെ വല്യപ്പച്ചനും ദൂതന്മാരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നു, മോളെ, നീ ഇന്ന് ഭൂമിയിലാണ്, എന്നാൽ അധികം താമസിക്കാതെ നീ ഇവിടെ വരും. നീ മരണത്തെ ഒട്ടും ഭയപ്പെടണ്ട. മരണയോർദാന്റെ ഇങ്ങേ കരയിൽ ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ്. മരണം നിന്നെ ഒന്നും ചെയ്യുകയില്ല, അതുകൊണ്ട് ധൈര്യമായിരിക്കുക എന്ന് പറയുന്നു. അവളുടെ വല്യപ്പച്ചൻ ഒരു അനുഗ്രഹീതനായ സുവിശേഷകനാണ്. അദ്ദേഹവും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നതായി എൻ്റെ മോൾ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഡോക്ടർ. എങ്കിലും ഇവൾ വെറുതെ ഒരു പേക്കിനാവ് കണ്ടെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയിൽ എൻ്റെ വല്യപ്പച്ചനെ അവൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുവന്നു. കാരണം അവൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് പുറകിൽ അവളുടെ വല്യപ്പച്ചൻ മരിച്ചു പോയതാണ്. അനുഗ്രഹീതനായ സുവിശേഷകനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് അദ്ദേഹത്തെ ഇവൾക്ക് ഓർമ്മയില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ ആരും അവളെ മനസ്സിലാക്കി കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വല്യപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ഒരു ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുൻപിൽ വെച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു, മോളെ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ സ്വർഗത്തിൽ ചെന്നപ്പോൾ യേശുവിനോടൊപ്പം നിൽക്കുന്നതായി കണ്ട വല്യപ്പച്ചൻ ഈ ഫോട്ടോയിൽ ആരാണെന്ന് ചൂണ്ടിക്കാണിക്കുക. ഡോക്ടർ അത്ഭുതമെന്ന് പറയട്ടെ, അവൾ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ വല്യപ്പച്ചനെ ആൾക്കൂട്ടത്തിനിടയിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ വല്യപ്പച്ചനെയാണ് ഞാൻ സ്വർഗത്തിൽ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ആ നിരീശ്വരവാദി ഒരു ദൈവവിശ്വാസിയായി മാറി. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, കല്ലറയ്ക്കപ്പുറത്ത് ആത്മാക്കൾക്ക് ഒരു നിലനിൽപ്പുണ്ടെന്ന് തിരിച്ചറിയാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. അഭിഷേകത്തിന്റെ ചൈതന്യം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി ആത്മ കണ്ണുകൾ കൊണ്ട് കാണുന്നു. മേഘം പോലെ ദൈവത്തിന്റെ തേജസ് ഈ ഗ്രൗണ്ടിന് ഇത് നിഴൽ മൂടി നിൽക്കുകയാണ്. അന്ധകാര ശക്തികൾ ആത്മാക്കളെ മുൻപോട്ട് വിടാതെ ഈ
ദേശത്തെ അടക്കി വാണുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ചില വ്യക്തികളെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചഴിക്കുന്ന പിശാചിന്റെ കോട്ടകളെ ദൈവാത്മാവ് തകർക്കാൻ തുടങ്ങുകയാണ്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. തേജസ്സിന്റെ ഒരു കരം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ചില വ്യക്തികളെ ഇന്ന് രാത്രി തൊട്ടുണർത്തുന്ന രാത്രിയാണ്. യേശുവിന്റെ ആത്മാവിന്ന് രാത്രി ബലത്തോടെ ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി ദൈവ ദർശനം കാണുന്ന രാത്രിയാണ് ഈ രാത്രി. ഹോരേബിൽ ദൈവത്തിന്റെ തീ വ്യാപരിച്ചപ്പോൾ ഒരു മുൾപ്പടപ്പിന് മുകളിലേക്ക് ആ തീ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി പറയട്ടെ, ഒരു ഈജിപ്ഷ്യൻ ശക്തികൾക്കും ബന്ധിക്കാൻ കഴിയാത്ത ഒരു നൈൽ ദൈവത്തിന് സ്തോത്രം, നദിയുടെ ശക്തിക്കും ബന്ധിക്കാൻ കഴിയാത്ത ദൈവശക്തിയുടെ വ്യാപാരം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ചില വ്യക്തികളെ തൊടുന്ന രാത്രിയായി രാത്രി. നിരീശ്വരവാദികൾ ദൈവാസ്തിക്ക് നിഷേധിയായി മാറിയ രംഗങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. അതിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു രംഗമാണ് ഡോക്ടർ റേമൻ മൂഡി എന്ന നിരീശ്വരവാദിയുടെ അനുഭവം. ഇത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമായിരുന്നു. റേമൻ മൂഡി ഒരു നിരീശ്വരവാദിയായിരുന്നു. അയാളുടെ ക്ലിനിക്കിൽ ഒരു കാർഡിയോ രോഗി വന്നു, ഹാർട്ട് പേഷ്യൻ്റ് വന്നു. പെട്ടെന്ന് ഇയാൾ മരിച്ചു. മരിച്ച ഈ രോഗിയെ ഡോക്ടർ പെട്ടെന്ന് വന്ന് പ്രഥമ ശുശ്രൂഷകൾ നൽകിയപ്പോൾ മരണം ക്ലിനിക്കലായി സർട്ടിഫൈ ചെയ്തു. ബ്രെയിൻ്റെ സെല്ലുകൾ മരിച്ചു എന്ന് ബോധ്യമായി. ഈ ബോഡിയെ തുടച്ചൊരുക്കാൻ മൂക്കിൽ പഞ്ഞി കുത്തിത്തിരുകി, ചെവിയിൽ പഞ്ഞി നിറച്ച്, ശരീരം സ്പിരിറ്റ് കൊണ്ട് തുടച്ചൊരുക്കാൻ ഡെത്ത് റൂമിലേക്ക് മാറ്റി. ആ ബോഡി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയം നേഴ്സ് കാണുന്നു ഈ ഡെഡ് ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. ഡോക്ടറോട് അടുക്കൽ ഓടിച്ചത് നേഴ്സ് പറഞ്ഞു, ഡോക്ടർ, ആ ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. ഡോക്ടർ മടങ്ങി വന്ന് പ്രഥമ ശുശ്രൂഷകൾ നൽകി. അതോടെ ഇയാളിന് ജീവൻ മടങ്ങി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ അനുഭവം എന്താണ്? അയാൾ പറഞ്ഞു, എൻ്റെ ശരീരത്തിനകത്ത് നിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപം പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങ് നെഞ്ചത്ത് കൈവച്ചമർത്തിയിട്ട് പോയല്ലോ എന്ന് പറയുന്നത് ഞാൻ ചെവിക്ക് കേട്ടു. എൻ്റെ ശരീരത്തിനകത്തു നിന്നും തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ രൂപത്തിന് നല്ല കാഴ്ച, ആ രൂപത്തിന് നല്ല കേൾവി, എൻ്റെ ശരീരം ആകെ ബ്രൈറ്റായിരുന്നു. ഞാൻ മുകളിലേക്ക് ഉയർന്നു. എൻ്റെ കൂടെ മറ്റൊരാൾ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു വഴിയുടെ വാതിക്കലെത്തി. എന്നോട് കൂടെ വന്ന ആളിനെ അകത്തേക്ക് വിളിച്ചു. എന്നോട് മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി മടങ്ങി വന്ന് ഈ ശരീരത്തിൽ പ്രവേശിച്ചു. മരണാനന്തരം പേർ വിളിക്കുമോ? മരണാനന്തരം യാത്ര ചെയ്യുമോ? മരണാനന്തരം തിരിച്ചു വരുമോ? ഈ നിരീശ്വരവാദിയുടെ ചിന്തയ്ക്ക് ചിറക് വെച്ചു. അയാൾ അന്വേഷണം ആരംഭിച്ചു. മരിക്കാൻ കിടക്കുന്ന 100ഓളം ബോഡികളിൽ നടത്തിയ ക്യാൻസർ വാർഡുകളിലെയും മറ്റും പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഒടുവിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ മരണം മനുഷ്യജീവിതത്തിന്റെ അന്ത്യമല്ല, അത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആത്മാവിൽ വിളിച്ചു പറയുന്നു, കല്ലറ ഒടുവിലത്തെ അധ്യായമല്ല, അത് നിത്യതയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്ന വാതിലാണ്. ആ ദർശനം പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആത്മാവിൽ വിളിച്ചു പറയാൻ കാരണം, കല്ലറയെ ജയിച്ചുയർത്ത ഒരുവൻ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ കാണുക. നിത്യത വലുതായി കാണാൻ ദർശനം പ്രാപിച്ച ദൈവമക്കൾ അഭിഷേകത്തിന്റെ ശക്തിയോട് ഇന്ന് രാത്രി ആരാധിച്ചെഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകം വിശാലമായ കല്ലറകൾ നിറഞ്ഞ സ്ഥലമല്ലേ? വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ നിരവധി കല്ലറകളുണ്ട്. ഇംഗ്ലണ്ടിനെ കിടുകിട വിറപ്പിച്ച രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും കല്ലറകളുണ്ട് വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ. ആബിയിൽ നിറഞ്ഞ കല്ലറകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത കിങ് ജെയിംസിന്റെ കല്ലറ അവിടെയുണ്ട്. മാർബിൾ ഫലകത്തിനടിയിൽ ഇട്ടിരിക്കുന്ന നിരവധി ബോഡികളുടെ രൂപങ്ങൾ അവിടെയുണ്ട്. നിരവധി കല്ലറകൾ അവിടെയുണ്ട്. നിങ്ങൾ മക്കപ്പേല ഗുഹ സന്ദർശിച്ചാലേ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ലേയയുടെ ശവകുടീരങ്ങൾ 20 അടി മാറി കാർപ്പറ്റിട്ട് മൂടി നിങ്ങൾക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മക്ക സന്ദർശിച്ചാൽ മുഹമ്മദ് നബിയുടെ ശവകുടീരം സ്വർണ്ണ വെള്ളി രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് കാണാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സലാല സന്ദർശിച്ചാൽ ഇയ്യോബിന്റെ ശവകുടീരം മനോഹരമായി കോഴിക്കോട്ടുകാരുടെ സുഹൃത്ത് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇറാൻ സന്ദർശിച്ചാൽ പുരാതന ഭക്തനായ ദാനിയേലിന്റെ ശവകുടീരം മനോഹരമായി നിർത്തിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. എന്നാൽ രാത്രി ഞാൻ പറയട്ടെ, ഇറാനിലെ ദാനിയേലിന്റെ ശവകുടീരമാകട്ടെ, മക്കയിൽ മുഹമ്മദ് നബിയുടെ ശവകുടീരമാകട്ടെ, സലാലായിൽ ഇയ്യോബിന്റെ ശവകുടീരമാകട്ടെ, മക്കപ്പേല ഗുഹയിലെ പിതാക്കന്മാരുടെ ശവകുടീരമാകട്ടെ, ദൈവത്തിന് സ്തോത്രം, വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ ശവകുടീരങ്ങളാകട്ടെ, ഇതൊക്കെ മേൽമൂടി മാറ്റിയാൽ അതിന്
അതിനകത്ത് മരിച്ചവരുടെ തിരിശേഷിപ്പ് നിങ്ങൾക്ക് നേരിട്ട് കണ്ടുകിട്ടും. എന്നാൽ ഏഷ്യയുടെ പടിഞ്ഞാറ് അറ്റത്ത് പലസ്തീന്റെ തെക്കേ ഭാഗത്ത് ഒലിവുമലയോട് ചേർന്നുള്ള ചരിവിൽ ജോസേഫിന്റെ ഒരു കല്ലറ 14 അടി താഴ്ചയിൽ 10 അടി വീതിയിൽ കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പത്തിലുള്ള കല്ലുരുട്ടി വെച്ച് റോമൻ പടയാളികൾ കാവൽ നിന്ന ഒരു കല്ലറയുണ്ട്. അത് നസ്രായന്റെ കല്ലറയാണ്. അതിനകത്ത് തിരിശേഷിപ്പില്ല. അവൻ അവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാരാത്രിയിൽ വിളിച്ചു പറയുന്നു, അവൻ ഉയർത്തത് കൊണ്ട് വിശുദ്ധന്മാർ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ആ മരണരംഗം നിന്റെ കൺമുൻപിലെത്തിയാൽ നിത്യതയുടെ ഉറപ്പ് നേടിയിട്ടാണോ ഈ ഗ്രൗണ്ട് വിട്ട് നീ കടന്നു പോകുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ പണിതെടുക്കുന്ന രാത്രിയാണ്. ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആപാത ചൂടം ചുടുന്നൊഴുക്കിക്കൊണ്ട് രക്തത്തിൽ കുളിച്ച് യാഗമായി തീർന്ന ദൈവകുഞ്ഞാറിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലേക്ക് ബലത്തോടെ ഒഴുകിയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ച ചില നുഖങ്ങളെ തകർത്തുകൊണ്ട് വചനത്തിന്റെ വ്യാപാര ശക്തിയിൽ വ്യക്തികളുടെ കണ്ണുകളിൽ ദർശനം വ്യാപരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഓളം തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ, അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, വ്യക്തികളെ വിടുവിപ്പാൻ യേശുവിന്റെ കരം ഈ ഗ്രൗണ്ടിന് മുമ്പിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ വലയത്തിൽ ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടുകളെ ദൈവാത്മാവ് മാറ്റിമറിക്കാൻ തുടങ്ങുമ്പോൾ ജീവൻ പ്രാപിച്ച ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രി ഈ വിടുതലിന്റെ ഗ്രൗണ്ട് ദൈവപ്രവൃത്തിയായി മാറണം. ചില വ്യക്തികൾക്ക് വേണ്ടി കർത്താവിന്റെ കരം തൊടുന്ന രാത്രിയാകണം. ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ജീവന്റെ പുസ്തകത്താൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുയരുന്ന രാത്രിയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന രാത്രിയാകട്ടെ. ഞാൻ രാത്രി ചോദിക്കട്ടെ, മക്കൾക്ക് വേണ്ടി കോടികൾ സമ്പാദിക്കുന്നതിനേക്കാൾ, എസ്റ്റേറ്റുകളുടെ ഉടമകളാകുന്നതിനേക്കാൾ, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ എൻ്റെ കുഞ്ഞ് എന്നോടൊപ്പം നിത്യതയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നേടിയ ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീയാണ് ധന്യൻ. ഇന്ന് രാത്രി അത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് തലമുറയെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ കിടക്കുന്ന ബന്ധനത്തെ കർത്താവ് അഴിക്കാൻ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ ആത്മമണ്ഡലത്തിൽ ചലിക്കുകയെ. എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവ് ചില വ്യക്തികളുടെ കണ്ണുകളുടെ മുൻപിൽ വ്യാപരിക്കുന്ന മൂടുപടം എടുത്തു മാറ്റാൻ അവന്റെ കരം നീട്ടുന്ന രാത്രിയാണ്. പ്രിയപ്പെട്ടവരെ, ബില്ലി ഗ്രഹാം പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നു. ബില്ലി ഗ്രഹാം പറയുകയാണ്, 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അമേരിക്കയിൽ, അവൾ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എതിർവശത്തൂടെ വന്ന് ട്രക്ക് ഇടിച്ച് തെറിപ്പിച്ചതുകൊണ്ട് മരണത്തോടടുത്തു. ഹോസ്പിറ്റലിലെത്തി അവളുടെ ബോഡി ശുശ്രൂഷകൾക്ക് വിധേയമായി സുബോധം തിരിച്ചു വന്നെങ്കിലും മരണത്തോട് ഇഞ്ചിഞ്ച് അടുക്കുകയാണ്. അന്ത്യമായി കുടുംബാംഗങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. അമ്മയോടാണ് സംസാരിക്കുന്നത്. മമ്മി എന്നെ തലമുടി എങ്ങനെ കെട്ടിയൊതുക്കണമെന്ന് പഠിപ്പിച്ചു. മമ്മി എങ്ങനെ മദ്യം ഗ്ലാസ്സിലേക്ക് നുരയാതെ ഒഴിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു തന്നു. മമ്മി സിഗരറ്റ് എങ്ങനെ വലിക്കണം, എങ്ങനെ പിടിക്കണം എന്ന് മമ്മി എന്നെ പഠിപ്പിച്ചു. മമ്മി എന്നെ എങ്ങനെ അണിഞ്ഞൊരുങ്ങണമെന്ന് പഠിപ്പിച്ചു. പക്ഷേ ഒരു കാര്യം പഠിപ്പിക്കാൻ മമ്മി മറന്നു. മരണം വന്ന് മുട്ടി വിളിക്കുമ്പോൾ ധൈര്യത്തോടെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് മമ്മി എന്നെ പഠിപ്പിച്ചില്ല. പറ മമ്മി, മരണം എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു, ഞാൻ എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കും? ഇന്ന് പകൽ പറയട്ടെ, മക്കൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഈ ക്ഷണികമായ ആയുസ്സിന് അന്തം കുറിക്കുമ്പോൾ യേശുവിനോടൊപ്പം നിത്യത പങ്കിടാൻ തലമുറയെ പഠിപ്പിച്ചാൽ അതാണ് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടുന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോൾ ചിലരുടെ കണ്ണുകളെ ദൈവാത്മാവ് തുറക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. നിങ്ങൾക്കറിയാമോ, കേരളം കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസൻ VR കൃഷ്ണയ്യർ, അദ്ദേഹം ഒരു നിത്യചൈതന്യ എത്തി എന്ന ഫിലോസഫറോടൊപ്പം മരണവാദിനപ്പുറം എന്ന ആർട്ടിക്കിൾ പരമ്പര കുറിക്കുമ്പോൾ താൻ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയുടെ മരണം വരെ ഞാനൊരു നിരീശ്വരവാദി, എൻ്റെ ഭാര്യയുടെ മരണാനന്തരം ഞാനൊരു ഈശ്വര വിശ്വാസി. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണ്. ഈ രാത്രി യേശുവിനോടൊപ്പം
മരണത്തിന് മുൻപിൽ ധൈര്യത്തോടെ നേരിടുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ സന്തോഷം അറിയാം. ഇന്ന് രാത്രി അകം തിളയ്ക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ആരാധിച്ച് എഴുന്നേൽക്കുന്ന രാത്രിയാകണം. അഭിഷേകത്തിന്റെ ചൈതന്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിട്ടല്ല ഇവിടെ ഇരിക്കേണ്ടത്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാറിന്റെ ചോരയുടെ വിടുതൽ അനുഭവിച്ച കർത്തൃദാസന്മാരുടെ അധരങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അടുത്ത ഒരു നൂറ്റാണ്ടിനുള്ളിൽ ബൈബിളിനെ ഞാൻ വല്ല പുരാവസ്തു ഗവേഷണശാലയിലും ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ മാർഗത്തിനെതിരെ ആഞ്ഞടിച്ച വിശ്വപ്രസിദ്ധനായിരുന്ന നിരീശ്വരവാദി വോൾട്ടയർ മരിക്കാൻ കിടക്കുന്ന കടക്കിടക്കരിയിലേക്ക് ഒരു ഡോക്ടർ നേഴ്സുമായി അടുത്ത് ചെല്ലുമ്പോൾ അയാളുടെ വെപ്രാളം കണ്ടതിന് ശേഷം ദൈവത്തിന് സ്തോത്രം, നേഴ്സ് ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, പ്രത്യാശയില്ലാത്ത ജീവിച്ചാൽ എന്ത് സംഭവിക്കും ഡോക്ടർ? മറുപടി എതിർവശത്ത് നിന്ന് വന്നു, ദൈവത്തിന് സ്തോത്രം, പ്രത്യാശയില്ലാതെ ജീവിച്ചാൽ പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ മരിക്കാം. എന്നാൽ തൊട്ടടുത്ത മുറിയിൽ 12 വയസ്സുകാരി ഒരു പെൺകുട്ടി മാരക രോഗബാധിതയായി കിടക്കുമ്പോൾ ഈ ഡോക്ടറും നേഴ്സും അവിടേക്ക് കയറി. ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഡോക്ടർ, ഇതാ മരണയോർദാൻ നദി ഒഴുകുന്നു, അങ്ങേ കരയിൽ യേശു എന്നെ കാത്തു നിൽക്കുന്നു, ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു, ഞാൻ വിശ്രമിക്കുന്നു, അവന്റെ കൈകളിൽ. യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽ പറയട്ടെ, ഒന്നും നേടിയില്ലെങ്കിലും എന്റെ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ അറിയുന്നു എന്ന് ബോധ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതാ ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. കർത്താവിലെ വ്യക്തികളുടെ കെട്ടുകളെ അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിന് വിടുതൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ യോഗത്തിന് നിയന്ത്രണം ഏറ്റുവാങ്ങുന്നു. അഭിഷേകത്തിന് വിടുതൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഒരു മേഘം പോലെ ദൈവത്തിന്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുമ്പോൾ ദർശനം പ്രാപിച്ച ഒരുപറ്റം പ്രിയപ്പെട്ട കണ്ണുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരുക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അകം തിളയ്ക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അകം തിളയ്ക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ അകം തിളയ്ക്കുന്ന ദൈവമക്കളെ തങ്ക തെരുവീതിയും കനക നിർമ്മിതമായ സംഘക്കുട കെട്ടിടവും കോടി കോടി വിശുദ്ധന്മാർ ഒരുമിച്ച് പാർക്കാൻ മഹാസൗധം ഒരുക്കി നിർത്തിയിരിക്കുന്ന ആ കനക കൊട്ടാരത്തിലേക്ക് ഇവിടുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ കയറുന്ന രംഗം ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ കാണുകയാ. എന്നോടൊപ്പം അത് കാണുന്ന ദൈവമക്കൾ ഇവിടുന്ന് ആത്മാവിന് കാണണം. സ്വച്ഛ സ്ഫടികത്തിനൊത്ത തനി തങ്ക നിർമ്മിതമായി സൂര്യകാന്തം, പത്മരാഗം, മാണിക്യം, മരതകം, വൈഢൂര്യം എന്നിത്യാദി രത്നങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന ആ കുഞ്ഞാട് വിളക്കായിരിക്കുന്ന പുതിയ യെരൂശലേം എന്ന ആ കനക കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ കയറി ചെല്ലുന്ന രംഗം ഞാനൊന്ന് ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അന്ന് അവിടെ പിതാക്കന്മാരുണ്ട്. അബ്രഹാം അവിടെയുണ്ട്, ഇസഹാക്ക് അവിടെയുണ്ട്, യാക്കോബ് അവിടെയുണ്ട്, യെശയ്യാവ് അവിടെയുണ്ട്, ദാനിയേൽ അവിടെയുണ്ട്, ഹോശയ്യ അവിടെയുണ്ട്, പൗലോസ് അവിടെയുണ്ട്, തിമോഥെയോസ് അവിടെയുണ്ട്, തീത്തോസ് അവിടെയുണ്ട്, കെ.ഇ. എബ്രഹാം അവിടെയുണ്ട്, കെ.വി. സൈമൺ അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ദൈവത്തിന് സ്തോത്രം കർത്തൃദാസനും അവിടെയുണ്ട്. എല്ലാവരും ഒരുമിച്ച് ആ പരിസരങ്ങളിൽ കൂടി നിൽക്കുമ്പോൾ ഞാനെന്ന് ആത്മാവിൽ പറയട്ടെ, മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം. ഓ പട്ടണം, അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നീയും അവിടെ ചെല്ലുന്ന സമയം ഇന്ന് പകൽക്കാരാത്രിയിൽ ഓർപ്പിക്കട്ടെ, അങ്ങോട്ട് കയറുന്ന സമയം നമ്മൾ എന്തായിരിക്കും പറയുന്നത്? വീട്ടിൽ വെച്ച് നമ്മൾ കണ്ട കാലത്തെ കുറിച്ചായിരിക്കും ഓർക്കുന്നത്. ഇവിടെ നമ്മൾ കൺവെൻഷൻ ഇരുന്ന കാലത്തെ കുറിച്ചല്ലായിരിക്കും ഓർക്കുന്നത്. എന്നേക്കാൾ യോഗ്യതയുള്ള എത്രയോ ആളുകൾ ഇതിനകത്ത് കയറാൻ യോഗ്യതയുള്ളപ്പോൾ അവരൊക്കെ താഴെ നരകത്തിൽ എരിയുമ്പോൾ ഈ സാധുവായി എന്നെ ഇതിന് യോഗ്യനാക്കിയ ദൈവമേ നിന്റെ കൃപ എന്ന് പറയാൻ അത്തരം തിളയ്ക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ഇന്ന് പകൽ, ഇന്ന് രാത്രി അതിന്മേൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുക. കർത്താവേ, എന്റെ കണ്ണുകളെ ഞാൻ നിത്യതയ്ക്കായി തിരിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം ദിവസം എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒരു നിമിഷം ദിവസം എഴുന്നേറ്റാട്ടെ. ഒരു വാ പോലും അടഞ്ഞിരിക്കുക. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. ഇന്ന് പകൽ ഇവിടെ രാത്രി ഇരിക്കുന്ന ദൈവമക്കൾ രണ്ട് കരം കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ശബ്ദം ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ആരും ഈ ഗ്രൗണ്ട് ഇന്ന് രാത്രി വിടരുത്.
വളരെ ഗൗരവമേറിയ സമയമാണ് ഈ സമയം. നിങ്ങളുടെ ജീവിതത്തിന് നേരെ മരണം വന്നു ഭവിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടോ എന്നറിയില്ല. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ നിന്ന് കടന്നു പോകുന്ന ചില വ്യക്തികളുള്ള ദൈവത്തിന്റെ ആലോചനയാണോ എന്നറിയില്ല. 2, 5, 10 മിനിറ്റ് കൊണ്ട് യോഗ ഇവിടെ അവസാനിക്കും. എന്നാൽ അതിനു മുൻപ് ഗ്രൗണ്ട് വിടാതെ നിങ്ങൾ 2 കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികളെ തട്ടി ഉണർത്തുന്ന രാത്രിയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തോട് ഇടപെടുന്ന രാത്രിയാണ്. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്ഥലം പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ രാത്രി ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കാൻ കഴിയും. പക്ഷെ നിത്യത നിങ്ങൾക്ക് കൈവിട്ടു പോയാൽ അതുപോലെ നഷ്ടം നിങ്ങൾക്ക് ഒരിക്കലും നേടാൻ കഴിയുകയില്ല കേട്ടോ. ഞാൻ ഇന്ന് രാത്രി ഈ പ്രസംഗം ഇവിടെ പറയുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ആരെയൊക്കെയോ ദൈവാത്മാവ് തൊടുകയാണ്. അടുത്ത രാത്രി അടുത്ത കൺവെൻഷൻ നിങ്ങൾക്കുള്ളതാണോ എന്നറിയില്ല. ഈ ജീവിതം കടന്നു പോകാനുള്ള സമയം അടുത്തു വരികയാണോ എന്നറിയില്ല. മാരകമായ ക്യാൻസറിന്റെ അളവുകൾ ഇവിടെ ആളിപ്പടരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിന്റെ ബലഹീനതകൾ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന നീ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഈ ആയുസിനെ ഞാൻ നിന്റെ കരങ്ങൾ സമർപ്പിക്കുക. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഞാൻ ഇവിടെ ഒരു പാട്ട് പാടാൻ തുടങ്ങുക. എന്നാൽ പാട്ട് പാടാൻ മുൻപ് ഒരു നിമിഷം നിൽക്കുന്നപ്പോൾ നിങ്ങളുടെ കണ്ണും തുറന്നു നോക്കണം. ഞാൻ സംഭവം പറയാം. ഞാൻ ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ സൗത്താംപ്ടൺ തീരം സന്ദർശിക്കാൻ പോയി. അവിടെ ആദ്യമായി ടൈറ്റാനിക് കപ്പൽ യാത്ര പുറപ്പെട്ട തീരമാണ് സൗത്താംപ്ടൺ തീരം. സൗത്താംപ്ടൺ തീരത്ത് നിന്ന് ന്യൂയോർക്കിലേക്കായിരുന്നു യാത്ര, ആ കന്യാത്ര. ആ യാത്രയിൽ ഉണ്ടായ അപകടത്തിൽ രക്ഷപ്പെടുത്തിയ സാധനങ്ങൾ, അവശിഷ്ടങ്ങൾ, ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം അവിടെയുണ്ട്. നിങ്ങൾ ചിലരൊക്കെ കണ്ടിരിക്കും. അവിടെ മ്യൂസിയത്തിൽ ഹൃദയഭേദകമായി 2 പ്രിന്റഡ് മാറ്റർ, ഒരു പ്രിന്റഡ് മാറ്ററും ഒരു എഴുതിയ കത്തുമുണ്ട്. ആ പ്രിന്റഡ് മാറ്റർ ഒരു പറ്റം ഭക്തന്മാർ ഈ കപ്പൽ 2ആയി മുറിഞ്ഞ് 1500ഓളം യാത്രക്കാരുമായി അസ്ഥി കൊച്ചുന്ന തണുപ്പുള്ള മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മുകൾ പരപ്പിൽ നിന്നൊരു വയലിന്റെ സഹായത്തോടെ പാടിയ പാട്ടിന്റെ പാട്ട് പുസ്തകം അവിടെ വെള്ളത്തിൽ മുങ്ങിയ മട്ടിലിരിപ്പുണ്ട്. ഇപ്പുറത്ത് ഒരു പെൺകുട്ടി ഇതേ സമയം എഴുതിയ കത്താണ്. അവൾ കത്തിൽ എഴുതി തുടങ്ങുന്ന വരികൾ ഇങ്ങനെയാണ്. പപ്പായ്ക്ക് എഴുതുകയാണ് അവിടെ പപ്പായ്ക്ക്. പപ്പാ, ഇതുപോലൊരു സ്വർഗം ഞാൻ കണ്ടിട്ടില്ല. തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുന്ന വെള്ളി വിളക്കുകൾ, സ്വർണ്ണ വിളക്കുകൾ, എത്ര മനോഹരം. 100 കണക്കിന് ഭക്ഷണ മേശകൾ ഇടയിലൂടെ ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ്. എന്തും കഴിക്കാം, എന്തും കുടിക്കാം. സ്വർഗമാണ് പപ്പാ, സ്വർഗം. എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ വീണ്ടും എഴുതുക, പപ്പാ, അടിത്തട്ടിൽ എന്തോ ഇടിക്കുന്നത് പോലെ കപ്പൽ ചരിയുന്ന പപ്പാ, താഴെ ഒന്ന് നിലവിളി ഉയരുന്നു, ലൈറ്റ് മങ്ങുന്നു, അയ്യോ അയ്യോ അയ്യോ. ഇതാണ് ആ കത്തിന്റെ മാറ്റം. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണെന്ന്. ആനന്ദം അനുഭവിച്ച് ഇതുപോലൊരു സ്വർഗമില്ലെന്ന് എഴുതിയ പെൺകുട്ടി രാത്രി 10:30 മഞ്ഞുമല ഇടിക്കുമ്പോൾ കപ്പലിന് സംഭവിച്ചതിന് മുൻപിൽ എഴുതുകയാണ്, ആനന്ദം നിലവിളിക്ക് വഴിമാറി. സുഹൃത്തേ, ഇന്ന് രാത്രി മിച്ചപ്പണം ചെലവഴിക്കാൻ വെച്ച യോഗമല്ലിത്. സാധുക്കളായ ചില കർത്തൃദാസന്മാരുടെ കണ്ണുനീരിന്റെ ഫലമാണ് യോഗം. ഇന്ന് രാത്രി നിന്റെ ആനന്ദം നിലവിളിക്ക് വഴിമാറുമ്പോൾ നിത്യത സ്വന്തമാക്കിയ ഒരുപറ്റം ഭക്തന്മാർ കപ്പലിന് മുകൾ പരപ്പിൽ പാടുന്നു, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഗായക സംഘത്തോടൊപ്പം ശബ്ദം ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് പാടാം. ആകാശമാർഗമാം മഹോന്നതി പറന്നു പോയിടിലും സന്തോഷമേ, ദൂതർ വിളിക്കുന്നേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് പാടാം. മാർഗമാ മഹോന്നതനേ
നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. ഒരിക്കൽ കൂടെ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. നിൻ ക്രൂശു ഞാൻ വഹിക്കാം എന്നാലുമേ എൻ സ്വപ്നത്തിലുമേ നിന്നോട് ദൈവമേ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. ആ രണ്ട് കരങ്ങളും ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ശാന്തമായി നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഈ ആയുസ് നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലക തുല്യമല്ല. നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടൊരു പുഷ്പക്കൊടി മാത്രമാണ്. ഇന്ന് രാത്രി ഇങ്ങനെ വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് ഇടപെടുന്നു. വീടോടടുത്തിട്ട് വീട്ടിലെത്താൻ പറ്റാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കുമെന്ന് നെഞ്ചോട് ചേർത്ത കരങ്ങളോടെ യേശുവിന് ഉത്തരം കൊടുക്കുക. ഈ രാത്രിയിൽ നിന്റെ പ്രാണന നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഈ രാത്രി ദർശനം പ്രാപിച്ച ദൈവമക്കൾ കാൽവറിയിലേക്ക് നോക്കുക. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാപ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആപാത ചൂടം ചുടുനിണമണിഞ്ഞ് രക്തത്തിൽ കുളിച്ച ദൈവകുമാരന്റെ ചോരയുടെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി രക്തത്തിൽ കുളിച്ച് മരിച്ചു, രാജീവ് ഗാന്ധി ചോരയിൽ കുളിച്ച് മരിച്ചു, മഹാത്മാഗാന്ധി ചോരയിൽ കുളിച്ച് മരിച്ചു, എബ്രഹാം ലിങ്കൻ ചോരയിൽ കുളിച്ച് മരിച്ചു. അവരുടെയൊക്കെ മരണം രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ എന്റെ യേശുവിന്റെ മരണം പകരം മരണമാണ്. നിന്റെ വിമോചനത്തിനായി, നിന്റെ ആത്മരക്ഷയ്ക്കായി അവൻ മരിച്ചു. ഇന്ന് രാത്രി ആ നിൽക്കുന്ന നിൽപ്പിൽ യേശുവേ, ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ വരുന്നു. ഇന്ന് രാത്രി എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ. ആ നെഞ്ചോട് ചേർത്ത കരങ്ങളോടെ എത്ര പേർ പ്രാർത്ഥിക്കും? ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് ആഗ്രഹിക്കുന്നവർ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കരം മാറാത്ത തേജസ്സിൽ നിങ്ങളെ ഇറങ്ങിപ്പിടിക്കുന്ന രാത്രിയായിരിക്കും. ഈ കൊച്ചായുസ് നിത്യതയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഈ കൊച്ചായുസ് യേശുവിനായി ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് പ്രാർത്ഥന വേണമെന്ന് കൊതിക്കുന്ന സഹോദരങ്ങൾ, ആ കരങ്ങൾ ഉയർത്തി നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടുപിരിഞ്ഞാലും നിത്യതയുടെ തീരെ നിങ്ങൾ കന്യമാകരുത്. ആ പാട്ട് നമുക്ക് ഒന്നുകൂടെ ചേർന്ന് പാടാം, ഒന്നുകൂടെ ചേർന്ന് പാടാം. ശബ്ദമുയർത്തി ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ ചേരട്ടെ. നിൻ ക്രൂശും ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോട് ദൈവമേ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രി നിന്റെ വചനത്തിനു മുന്നിൽ സമർപ്പിക്കുവാൻ ഉയർത്തി ഈ കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ കൈമാറുന്നു.
കല്ലറയ്ക്കിപ്പുറം കൊണ്ട് നേടുന്ന നേട്ടങ്ങൾ വിദഗ്ധമായി കണക്ക് കൂട്ടി മാത്രം നിരവധി ആളുകൾ ഒഴുക്കിനൊത്തൊഴുകുമ്പോൾ കല്ലറയ്ക്കപ്പുറത്തേത് വലുതായി കാണാൻ കണ്ണ് തുറന്ന ഈ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ കരം ഇറങ്ങിപ്പിടിക്കണമേ. നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ സദസ്യരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് അത് ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാത്സല്യ കൂടെ പുറപ്പേ, ജീവിതം ക്ഷണികമാണ്, ഇത് വേഗം അസ്തമിക്കും. എന്നാൽ ഈ മണ്ണിലെ ജീവിതം നിത്യതയ്ക്കായി ഒരുങ്ങിയവൻ ധന്യൻ. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.